ആ മോളാണല്ലോ. ആ മോളെ, ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അച്ഛൻ അറിയുന്നുണ്ടോ? എന്താ മോളെ? ഏട്ടന്റെ അമ്മയും പെങ്ങളും ഒക്കെ ഇവിടെ തകൃതിയായിട്ട് കല്യാണാലോചന നടത്തുക ജയേട്ടന് വേണ്ടിട്ട്. ഫോട്ടോസൊക്കെ കാണിച്ചു തുടങ്ങി. എന്തൊക്കെ സംഭവിച്ചാലും ജയേട്ടനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കുന്ന ചാരു പറയുന്നത്. അതിനേക്കാളും വാശിയില്ല അവളുടെ അമ്മ. അങ്ങനെ എന്റെ മോനെ കൊണ്ട് വേറെ കല്യാണം കഴിക്കാന് അവള് വല്ലാതെ സമ്മർദ്ദം ചെലുത്തിയാലേ അവിടെ കഴുത്തിയാൻ കണ്ടിക്കും. എന്തായാലും ജയേട്ടൻ മനസമാധാനം ഇല്ലാതെ നടക്കുക. ഇനി അവള് കത്തി തീർന്നാലും ശരി, അവനവന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ. അമ്മയ്ക്കും പെങ്ങന്മാർക്കും വേണ്ടിയാ അവൻ ഇത്രയും കാലം ജീവിച്ചത്. എന്നിട്ട് അവനൊരു ജീവിതം കിട്ടിയപ്പം അത് നാലും നൂലുവാക്കി കളയാനാ പരിപാടിയെങ്കിലേ അവൻ കുറച്ചുകൂടി ചുണക്കുട്ടി ആയാലേ പറ്റൂ. ദീപേടത്തിയുടെ സങ്കടം കാണുമ്പോ വല്ലാത്ത വേദന തോന്നുക. എല്ലാരോടും സമാധാനമായിട്ട് ഇരിക്കാൻ പറ. ഒരു രക്ഷയില്ലെങ്കിലേ രാഗിണിയുടെ കൈയും കാലും കെട്ടി അവളെ ഞാൻ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവളെ ഞാൻ അങ്ങ് കൊല്ലും. ഇനിയിപ്പൊ മോക്ക് ജോലിയൊക്കെ കിട്ടി, അതുകൊണ്ട് ഞാൻ ജയിലിൽ പോയാലും അമ്മയ്ക്കും മോക്കും ഒക്കെ നല്ല സുഖമായിട്ട് ജീവിക്കാം. പ്രാരാബ്ദങ്ങളൊന്നും എനിക്കില്ല, അതുകൊണ്ടേ മനസമാധാനത്തോടെ എനിക്ക് ജയിലിൽ പോയി കിടക്കാം. അങ്ങനൊന്നും ചിന്തിക്കണ്ട അച്ഛാ. എല്ലാം നമുക്ക് നേരെയാവുമെന്ന് കരുതാം. നേരെ ആയില്ലെങ്കിൽ നേരെ ആക്കുമെന്നാ ഞാൻ പറഞ്ഞത്. ശരി മോളെ, നീ വെക്ക്, ഞാൻ വിളിച്ചോളാം. ശരി അച്ഛാ. നിനക്കൊരല്ലല്ല 10 എല്ല് കൂടുതലാണെന്നറിയാം. അതുകൊണ്ട് നിന്റെ 9 എല്ല് ഊരിയെടുത്തിട്ട് നിന്റെ സ്വഭാവം നന്നാക്കാനും ഞങ്ങൾക്കറിയാം. പിന്നെ നീ ലാലണ്ണന്റെ അനിയത്തിയായതുകൊണ്ട് അണ്ണൻ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാതിരിക്കുന്നു. മനസ്സിലായ? നിന്റെ അമ്മയാ വിളിക്കുന്നത്. ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചതാ. വരയം പുലിയായ നിന്റെ അമ്മയോട് നീ ഷോറൂമിലാണെന്ന് പറയണം. നിന്റെ അടുത്ത് ജയലാലുണ്ടെന്നും പറയണം. സംസാരിക്കുന്നതിനിടയിൽ ഒരു പതർച്ചയും കാണിക്കരുത്. ചിരിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. എനിക്കിപ്പൊ ചിരി വരൂല. ചിരി വരുന്നില്ലെങ്കിലേ ചിരി വരുത്താനും ഞങ്ങൾക്കറിയാം. വേണ്ട, ഞാൻ പറഞ്ഞോളാം. പറ. ഹലോ അമ്മേ. എവിടെയാ മോളെ? ഞങ്ങള് ഷോറൂമിലാ. ഷോറൂമിലോ? ഇത്ര നേരത്തെ അങ്ങോട്ട് പോയോ? ഇന്ന് രാവിലെ തന്നെ തുറക്കണമെന്ന് ഏട്ടൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് അവന്റെ ക്യാബിനിൽ തന്നെ ഉണ്ടോ? ഉണ്ടമ്മേ. മോളെ, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം അവിടെ. ചിലപ്പോ നിന്നെ അവിടെ ഇരുത്തിയിട്ട് അവൻ മുങ്ങിക്കളയും. ഇല്ലമ്മേ, ഞാനിപ്പോ ക്യാബിനിൽ പോയി കണ്ടതേ ഉള്ളൂ. നീ ആ മൊബൈലും കൊണ്ടോ? എന്തിനാ? ഇതിനകത്ത് നിനക്ക് എത്ര കാമുകന്മാരുണ്ടെന്ന് നോക്കാൻ. എനിക്കങ്ങനെ കാമുകന്മാരൊന്നും ഇല്ല ചേട്ടാ. എന്നാലും നിന്റെ മൊബൈൽ ഞങ്ങളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കട്ടെ. ദേഷ്യം വരുന്നുണ്ടല്ലേ? ഇതാണ് ഞങ്ങളുടെ സ്റ്റൈല്. ഏതാ അടപ്പുറപ്പുള്ള വാതിലും തള്ളി തുറന്ന് ആൾക്കാരെ പൊക്കി ഇവിടെ കൊണ്ടുവരും. നേരത്തെ നിന്നെ കെട്ടാനായിട്ട് നടന്നു ഒരുത്തനുണ്ടല്ലോ, അവന്റെ തന്തപ്പടി ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. എന്നിട്ടാണ് കാർത്തി തട്ടിക്കൊണ്ടുപോയ ദിയെ ഞാൻ മോചിപ്പിച്ചത്. അതുകൊണ്ട് ഇതൊക്കെ കഴിയുമ്പോ നീ നിന്റെ അമ്മയെ കാണുമല്ലോ. അവരോട് പറഞ്ഞേക്ക് അവരും ആ വീട്ടിൽ സുരക്ഷിതയല്ലെന്ന്. മര്യാദയ്ക്ക് നീ ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോളണം. മനസ്സിലായല്ലോ? ജഗനൻ നമ്മളെക്കാൾ കൂടുതൽ ദീപയ്ക്കും ദിയയ്ക്കും ഒക്കെ അറിയാം. ഒരു സൗഹൃദമായിട്ടാണ് ദിയയും ജഗനും തമ്മിൽ ബന്ധം തുടങ്ങിയതെങ്കിലും അവര് തമ്മിലിപ്പോ ഒന്നിക്കാൻ പോലും സാധ്യതയുണ്ട്. മലയ്ക്ക് പോയി വന്ന ശേഷം ഗുണ്ടായിസൊക്കെ വിട്ട്
നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാനാണ് അയാൾ ആഗ്രഹിച്ചത്. പക്ഷെ ഇപ്പോ ഞങ്ങൾക്ക് വേണ്ടി തന്നെയാ പഴയ സ്വഭാവത്തിൽ ജീവിക്കുന്നത്. അയാളെ എനിക്കൊന്ന് കാണണം. കണ്ടിട്ട് അയാളോട് മനസ്സ് തുറന്ന് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം തന്നെ. ഇന്നിപ്പോ അയാൾ വിചാരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പുറത്തിറങ്ങാൻ പറ്റി. അതുപോലല്ലോ ഇനിയിപ്പോ എന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ? അതിന് അമ്മയ്ക്കെതിരെ കൊട്ടേഷൻ കൊടുക്കൊന്നും പറ്റില്ലല്ലോ ഏട്ടാ. അതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം നോക്കണം. അല്ല, ഇനിയിപ്പോ എന്താ പരിപാടി? പോകേണ്ടടുത്തൊക്കെ പോകണം. ഇനി എന്നിതുപോലെ കാണാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. എല്ലാം കഴിഞ്ഞ ശേഷം ചാരു തിരിച്ചു വരും. അവളിതൊക്കെ അമ്മയോട് പറയാതിരിക്കില്ല, ജഗൻ എത്ര ഭീഷണി ഒഴുക്കിയാലും. ആ സമയത്ത് അമ്മ എങ്ങനെ പ്രതികരിച്ചാലും അത് നേരിടാനുള്ള മനക്കരുത്ത് നിനക്കുണ്ടാവണം. എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. എന്നാലും ഇയാളെ കാണാൻ പറ്റാത്തോണ്ട് വല്ലാത്തൊരു ശ്വാസം മുട്ടലായിരുന്നു. ഇയാൾക്കും അങ്ങനെ തന്നെ. ഇപ്പൊ എന്തായാലും പിരിമുറുക്കമൊന്നും കുറഞ്ഞല്ലോ. നിന്നെ കൊല്ലുന്നതിന് പകരം അമ്മ അന്നത്തെ പോലെ നിന്റെ മുമ്പിൽ വെച്ച് തലവഴി മണ്ണെണ്ണ ഒഴിച്ചാലോ? മക്കള് അമ്മയെ തോൽപ്പിക്കുന്നത് ഒരിക്കലും ക്ഷമിക്കാത്ത അമ്മയാ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഏട്ടാ? നിനക്ക് വേണ്ടി പെൺകുട്ടികൾ ആലോചിച്ചു തുടങ്ങിയതാ. ഈ സംഭവത്തോടുകൂടി അതിന് കുറച്ചുകൂടി ശക്തി കൂടാനാണ് സാധ്യത. എന്ന് കരുതി ദീപ ഭയക്കൊന്നും വേണ്ട. അമ്മ എത്ര കടന്ന് വാശി പിടിച്ചാലും ഇവൻ ദീപയെ മറന്നിട്ട് ഈ ഒരു കാര്യത്തിൽ അമ്മയ്ക്കൊപ്പം നിൽക്കത്തില്ല. ഇനിയിപ്പോ അമ്മ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചാലും ഇവൻ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരില്ല. ആർക്കും പരിക്കില്ലാതെ ഇത് അവസാനിപ്പിക്കണമെന്ന് എന്റെ ആഗ്രഹം. അതിന് കഴിയൊന്നും തോന്നില്ലടാ. ആർക്കെങ്കിലുമൊക്കെ പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. എന്താ ഏട്ടാ നമ്മുടെ അമ്മ മാത്രം ഇങ്ങനെ ആയിപ്പോയത്? ലക്ഷ്യത്തിൽ ഒരാളൊക്കെ ഇതുപോലെ ഉണ്ടാവുള്ളടാ. അതുപോലൊരു അമ്മയുടെ മക്കളായി ജനിക്കാനാണ് നമുക്ക് യോഗം. അപ്പൊ നമ്മളൊക്കെ ഇതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. സാധാരണ മക്കളെയും മരുമക്കളെയും കൊണ്ടാണ് അമ്മമാർ അനുഭവിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചായിപ്പോയി. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, രണ്ടുപേരും കൂടി ഒത്തുപോകുന്ന കുടുംബങ്ങൾ വളരെ കുറവാ. കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഏട്ടന്റെ വീട്ടിലേക്ക് വരാതിരുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ട് വരണമെന്ന് ഞാൻ നിർബന്ധിക്കാതിരുന്നത്. പൂജ പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അല്ല, അവര് വീണ്ടും ഒന്നിച്ചോ? അതറിയില്ല അച്ഛാ. നിങ്ങളെ അവര് കണ്ടായിരുന്നു? ഞങ്ങള് മുഖം കൊടുത്തില്ല. ഒരു കാര്യം ഉറപ്പാ, ജയലാലിന്റെ അമ്മ അറിഞ്ഞുകൊണ്ട് അവർക്ക് ഇങ്ങനെ ചുറ്റിയടിക്കാൻ പറ്റില്ല. പെങ്ങള് കൂടെ ഉണ്ടല്ലോ. എന്തായാലും അവളെ വെട്ടിച്ചായിരിക്കും വന്നിരിക്കുന്നത്. ജയലാലിന്റെ ഫോൺ പോലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ പെങ്ങള് ചാരുവാണെന്നാ കാർത്തി എന്നോട് പറഞ്ഞത്. ഇവള് പറഞ്ഞതാ ലാലിന്റെ അമ്മയെ വിളിച്ച് എല്ലാം പറയാന്ന്. അത് വേണ്ട മോളെ. അച്ഛനെ തള്ളിക്കളഞ്ഞ പെമ്മക്കള് തന്നെ രണ്ടാളും. എങ്കിലും മക്കളായി പോയതുകൊണ്ട് അവരുടെ ഭാവിക്ക് ഒരു കോട്ടവും തട്ടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ദീപയുടെ കാര്യത്തില്. ഇളയവൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു മണ്ണാങ്കട്ടയില്ല. കാരണം അവളുടെ കുഴി അവള് തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നാളെ മൂത്തവള് കാണിച്ചതിനേക്കാൾ വലിയ പേരുദോഷം അവള് കേൾപ്പിച്ചാലും വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നെ ദീപയെക്കുറിച്ച് മോള് കേട്ടതൊക്കെ അത്ര ശരിയായ കാര്യങ്ങളൊന്നുമല്ല. അതിന് പിന്നെ പ്രവർത്തിച്ചത് കാർത്തിയും ഇപ്പൊ ദീപ സ്നേഹിക്കുന്ന രചനയൊക്കെയാണ്. അവരാണ് അവളെ ട്രാപ്പിലാക്കിയതെന്ന് അവര് സമ്മതിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അവളെ പിന്നെ ക്രൂശിക്കുന്നത് ശരിയല്ല മോള്. അത് തന്നെ അച്ഛാ ഞാനും ഉള്ളോട് പറഞ്ഞത്. എനിക്ക് അച്ഛന്റെ മൂത്ത മോളോട് വലിയ ദേഷ്യമൊന്നുമില്ല. എന്റെ പക എത്രയും അവരോടാ. അച്ഛനുള്ളതുപോലെ തന്നെ അച്ഛന്റെ ഭാര്യയോട്. അവരെ കരയിക്കാൻ ഒരു അവസരം കിട്ടിയാ അത് മുതലാക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. എനിക്കും ആഗ്രഹമുണ്ട് മോളെ. പക്ഷെ ഇവിടെ അതിനുവേണ്ടി നമ്മൾ ദീപയെ തെരഞ്ഞെടുത്ത ഭാഗ്യത്തെക്കാൾ കൂടുതൽ കരയേണ്ടി വരുന്നത് എന്റെ മോൾക്കായിരിക്കും. നിനക്കൊരു ക്ലിനിക്ക് ഇട്ടുതരാന്ന് നിന്റെ ഭാര്യയുടെ അച്ഛൻ പറഞ്ഞില്ലേ? നീ ഇപ്പൊ നല്ലൊരു ഡോക്ടറുടെ കീഴിൽ നിൽക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതങ്ങോട്ട് പ്രാവർത്തികമാക്ക്. ഹോസ്പിറ്റലിൽ തുടങ്ങിക്കഴിഞ്ഞാലേ ഇന്നത്തെ കാലത്ത് കഴിക്കുന്ന ഫുഡ് പോലും വിഷമായതുകൊണ്ട് രോഗമില്ലാത്തവരെക്കാളും കൂടുതൽ രോഗികളാണ്. ഇടാ അങ്ങനെയുള്ള സമയമാണ് ഈ ഡോക്ടർമാരുടെ ചാകര. പക്ഷെ ഈ പറഞ്ഞത് എന്നും ഉണ്ടാവണമെന്നില്ല.
നല്ല കാലം വരുമ്പോ അത് മാക്സിമം മുതലെടുക്കുന്നതാണ് നല്ലത്. പിന്നെ നിനക്ക് എന്നെ പോലെ മദ്യപാനശീലം ഇല്ലാത്തതുകൊണ്ട് ഉള്ള പൈസയൊക്കെ കയ്യിലിരിക്കുകയും ചെയ്യും. ക്ലിനിക്കിനായി ഒരു കെട്ടിടം കണ്ടുവയ്ക്കാൻ അവളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആ, റെന്റിനാണോ അതോ വാങ്ങിത്തരാന്നാണോ പറഞ്ഞേക്കണേ? അച്ഛാ, കോടികളൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. എങ്കിൽ പിന്നെ നല്ലൊരു ബിൽഡിംഗ് നമുക്ക് കണ്ണായ സ്ഥലത്ത് തന്നെ എടുക്കാം, നല്ലൊരു പരസ്യവും കൊടുക്കാം. നീ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആവാൻ പോവല്ലേ? അതിന് ഇന്ന് കമ്പോളത്തിൽ ഭയങ്കര മാർക്കറ്റാ. ഇനിയിപ്പോ കുറച്ചു കാലം കഴിയുമ്പോണ്ടല്ലോ ഈ ഹൃദയം മാറ്റിവെക്കൽ എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമായിട്ട് മാറും. പിന്നെ കുന്നുപോലെ കാശ് വന്നങ്ങ് നിറയും. എടാ, പണത്തിന് മാത്രം മാന്യത വരുന്ന ലോകമാണിത്. അവിടെ അതിനുള്ള സോഴ്സ് കണ്ടെത്തണം, എന്നിട്ട് അതിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ അവളെ മാക്സിമം പ്രഷർ ചെലുത്തുന്നുണ്ട്. പിന്നെ അങ്ങനെ ചെയ്യുമ്പോ അവക്ക് സംശയം തോന്നരുതല്ലോ. എടാ, അതാണ് ഞാൻ നയത്തിൽ പോണോന്ന് പറഞ്ഞത്. അച്ഛന് കുടുംബജീവിതത്തിൽ സംഭവിച്ച പാളിച്ച ഒരിക്കലും നിനക്കുണ്ടാവരുത്. എന്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരൊക്കെ വെറും പാപ്പരായിരുന്നു. അവൾക്കൊരു ജോലി ഉണ്ടായത് അവളുടെ അഹങ്കാരം കൂട്ടിയെന്നല്ലാതെ എനിക്ക് കാലണയുടെ പ്രയോജനം ഉണ്ടായിട്ടില്ല. ഒരു കണക്കിന് അവിടെ പോവാത്ത നല്ലത്. അവിടെ ചെന്ന് അളിയന്റെ ബോഡി ഗാർഡായിട്ട് നിന്നാലേ ചിലപ്പോ ശരിക്കും എന്റെ ബോഡി കാണത്തില്ല. ഒരുത്തൻ ഇടിച്ച് ചങ്ക് വാട്ടും, ആ ജഗൻ. ഇനി എപ്പോഴാ അമ്മായിയെയും ചാരുവിനെയൊക്കെ അവൻ എടുത്തോണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അമ്മയോട് കളിച്ചാലേ അവൻ വിവരം അറിയും. അറിയോ അറിയും. അമ്മായി മരിച്ചെന്ന വിവരം അവൻ അറിയാം. അവനെ അമ്മായിയെ കൊല്ലും. എന്റെ ഹേമേ, അവൻ കൈയെടുത്തൊന്ന് കൊടുത്താലുണ്ടല്ലോ അമ്മായിയും ചാരുവൊക്കെ അവിടെ ഡിം. ഇപ്പൊ ഒരു പെരുങ്കളൻ അമ്മായിയെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ? കാർത്തി. അവനും അവന്റെ അച്ഛനും ഒക്കെ അവിടുത്തെ വലിയ ധാതാമാരാ. അവർക്ക് പോലും ഈ പറയുന്ന ബുള്ളറ്റ് ജഗനെ ഭയവാ. എന്ന് വെച്ചാലേ അവന്റെയൊക്കെ വീട്ടിൽ കയറിയ അവനെയൊക്കെ ഇടിച്ച് പഞ്ചറാക്കിയത്. വാളെടുത്തവൻ വാളാൻ. പക്ഷേ അങ്ങനെ വാളാൽ തീരുന്നതിന് മുമ്പ് അവൻ മറ്റു പലരെയും തീർക്കും. ഇരട്ട ചങ്കനല്ല, ട്രിപ്പിൾ ചങ്കന. അവൻ ഈ ലോകത്താരെയും പേടിയില്ല, അവന്റെ ജീവനെ പോലും. അങ്ങനെയുള്ളവനെ വെട്ടുപോത്തല്ലേ ഹേമേ? കൊമ്പൂലിക്ക് വന്നാലേ വല്ല രക്ഷയോ ഉണ്ടോ? അങ്ങനെ നോക്കുമ്പോ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാ നല്ലത്. ഒന്നുമില്ലെങ്കിലും നിന്റെ ആട്ടും തുപ്പും മാത്രം സഹിച്ചു നിന്നാ മതിയല്ലോ. നല്ല വിശപ്പ്, അടുക്കളയിൽ വല്ലോ ആയോ? വെളിച്ചപ്പാട് വന്നു. ആരോ എല്ലാം ചോർത്തിട്ട് അവരെ അറിയിച്ചു. എന്റെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ സമയത്ര ആയല്ലോ, പോയേണ്ട സ്ഥലത്തൊക്കെ ജയിലാലും ഭാര്യയും കൂടെ പോയി കാണും. എടി, നിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് വിടുന്നെന്ന് കരുതി സന്തോഷിക്കൊന്നും വേണ്ട. നിന്റെ സ്വഭാവം മാറിയില്ലെങ്കിൽ നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരേണ്ടി വരും. ചിലപ്പോ അമ്മയും മോളും ഒരുമിച്ചായിരിക്കും ഇനി വരുന്നത്. ഇനിയിപ്പോ ഒരു തരത്തിലും മെരുങ്ങുന്നില്ലെങ്കിൽ മാസങ്ങളോളം നിന്നെയൊക്കെ ഇവിടെ കെട്ടിയിട്ടൊന്നും വരും. പ്രത്യേകിച്ച് നിന്റെ അമ്മയെ. പിന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാര് സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ വേണ്ടിവരും. നീ അറിഞ്ഞില്ലായിരുന്നു, ഈ അടുത്ത സമയത്ത് ഒരു മോഴയാന വയനാട്ടിൽ വല്ലാത്ത ശല്യം ഉണ്ടാക്കിയത്. എന്നിട്ട് അതിനെ കൂട്ടിലാക്കിയതിനു ശേഷം മാസങ്ങളോളം കൂട്ടിനകത്തിട്ട് തന്നെ മെരുക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാ പുറത്തോട്ട് ഇറക്കിയത്. അങ്ങനൊരു വിധി നിന്റെയും നിന്റെ അമ്മയുടെയും കാര്യത്തിൽ ചിലപ്പോൾ വേണ്ടിവരും. അതുകൊണ്ട് മോഴയാനെ പോലെ ആവാതിരുന്നാൽ നല്ലത്. ഞാൻ ഇനി ഒന്നിനും ഇല്ല. അതൊക്കെ നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്കറിയാം. നീ ഇവിടെ നിന്ന് പൊക്കിയഴിഞ്ഞാലേ നിന്റെ സ്വഭാവം മാറുമെന്നും അറിയാം. ദീപ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ കുട്ടിയുടെ ജീവിതവും ആ കുടുംബവും താർക്കാൻ നോക്കുന്ന ഒരുത്തിനെയാ നീ കെട്ടാൻ പോകുന്നത്. അതിനുള്ള തിരിച്ചടി ഏത് രൂപത്തിലും ഭാവത്തിലുമാണ് നിനക്ക് കിട്ടാൻ പോകുന്നതെന്ന് നിനക്ക് പിന്നീടേ മനസ്സിലാവൂ.
അമ്മേ അമ്മേ മോളെ മോക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? കുഴപ്പമൊന്നും പറ്റിയില്ല അമ്മേ. അവനങ്ങനെ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന ആളൊന്നും അല്ല. എന്നാലും അവനൊരു ഗുണ്ടയല്ലേ മോളെ? ഗുണ്ടേന്നൊന്നും പറഞ്ഞൂടാ. എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ. കൊല്ലുന്നു പറഞ്ഞാ കൊല്ലും. അവളുമാരുടെ ഒക്കെ ബലം അവനാ. അവനെ മുൻനിർത്തിയിട്ട് ഒന്നിക്കാവുന്നായിരിക്കും ഭാഗ്യലക്ഷ്മിയുടെയും മക്കളുടെ ഒക്കെ വിചാരം. അത് നടക്കാൻ പോകുന്നില്ല. അവൾക്ക് അടിയും കൊടുത്താ ഞാൻ ഷോറൂമിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അങ്ങനെ അവളുടെ കരണത്തടിച്ചിട്ട് കാര്യമില്ല അമ്മേ. അവളുടെ ചങ്കിന് അടി കിട്ടേണ്ടത്. അതിന് ജയേട്ടൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചേ പറ്റൂ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. പക്ഷേ പറ്റിയൊരു പെൺകുട്ടിയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഒരു ഗുണ്ടയുടെ ഭീഷണിയൊന്നും ഞാൻ മുഖവിലേക്ക് എടുത്തിട്ടില്ല. അവന്റെ ഈ നാട്ടിലെ പ്രധാന ശത്രുവാ എന്നെ കെട്ടാൻ പോകുന്ന കാർത്തിയും അവന്റെ അച്ഛനും. ഒരവസരം കിട്ടിയാ അവരവനെ തീർത്തോളും. അതുകൊണ്ട് ഏട്ടന്റെ കല്യാണ ആലോചനയായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഏട്ടന് ചേരുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആരാ മോളേത്? ആളെ നേരിട്ട് കാണാം ഇപ്പൊ തന്നെ. ആളെ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല മോളെ. ആദ്യം ജാതകം നോക്കണം. രണ്ടാം കേട്ടാ അമ്മേ. അതുകൊണ്ട് ഇനി ഒരുപാട് പൊരുത്തങ്ങളൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം കൊള്ളാവുന്ന ബന്ധമാണെങ്കിൽ നമുക്കതങ്ങ് നടത്താം. മോൾ ഒരാളെ ചൂണ്ടിക്കാണിക്കുവാണെങ്കിൽ അത് മോശം വരത്തില്ല. ഞാൻ എന്റെ ഏട്ടന് പറ്റിയ ഒരു പെൺകുട്ടിയെ തന്നെയാ കണ്ടെത്തിയിരിക്കുന്നത്. ആരും കുറ്റം പറയാത്ത ഒരു പെൺകുട്ടിയെ. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഏട്ടൻ ആ ദീപയായിട്ട് ചുറ്റിക്കറങ്ങാൻ പാടില്ല. അവൾക്ക് ഇന്നുണ്ടായ സന്തോഷവും നമുക്കുണ്ടായ നിരാശയും എന്റെ ഏട്ടന്റെ കല്യാണത്തോടെ തീരണം. അവൾ ഇപ്പോഴും താലിയും കഴുത്തിലിട്ടോണ്ട് നടക്കുവോ? നടക്കട്ടെ. അവൾ ആ താലിയെ മാത്രം സ്നേഹിച്ച് അവളുടെ വൃത്തികെട്ട ജീവിതം ജീവിച്ചു തീർക്കട്ടെ. ജയേട്ടനെ എതിർക്കുമായിരിക്കും. എങ്കിലും അമ്മ പിടിച്ച പിടിയാലെ നിൽക്കണം. അന്ന് മണ്ണെണ്ണ ഒഴിച്ച് മരിക്കാൻ പോയതുപോലെ ഇനിയും ചിലപ്പോ പലതും വേണ്ടിവരും ഈ കല്യാണം നടത്താൻ. എന്നാലും കുഴപ്പമില്ല. ഏട്ടൻ കെട്ടിയ താലിയുമായിട്ട് അവളുടെ മുന്നിലൂടെ വേറൊരുത്തി നടക്കണോ അമ്മേ? അമ്മ വാ. ജയേട്ടന് രണ്ടാമത് കല്യാണം കഴിപ്പിക്കാൻ അച്ഛന്റെ ആദ്യ ഭാര്യയും മോളും കൂടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. ആരാ അവള്? അച്ഛൻ അറിയുന്ന ആള് തന്നെയാ. അതാരാ? അച്ഛന്റെ മോള്. നീയോ? മോൾ എന്തൊക്കെയായി പറയുന്നേ? അതെച്ചാ, ആ പെണ്ണ് വേറെ ആരുമല്ല, ഞാൻ തന്നെയാ. മോളോ? ഇടി അതെങ്ങനെ ശരിയാകും? അതെ, ഞാൻ അച്ഛന്റെ മോളാണെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ. അവര് നോക്കിയപ്പോ ഞാൻ ഇവിടുത്തെ സൂപ്പർവൈസറാണ്. ഇവിടെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ചാരുവിന്. ആദ്യം വരുമ്പോ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിലും ഞാൻ എന്റെ പെരുമാറ്റം കൊണ്ട് അവളെ കയ്യിലെടുത്തായിരുന്നു. അതിപ്പോ പാരയായിരുന്ന തോന്നുന്നേ. എന്താ അവളുമാരിപ്പോ പറയുന്നത്? എന്നെയാണ് കല്യാണ പെണ്ണായി സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ജേട്ടനോട് പറഞ്ഞു ജേട്ടന്റെ അമ്മ. എന്നിട്ടെന്താ, എന്നെ ജോലിക്ക് വെച്ചത് അബദ്ധമായെന്ന് ജേട്ടന് തോന്നി. ഇതൊരു വലിയ തലവേദനയായല്ലോ. അച്ഛൻ പേടിക്കണ്ട, എന്നെയല്ലേ ആലോചിച്ചത്, അതുകൊണ്ട് കുഴപ്പമില്ല. വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ പേടിക്കേണ്ടി വന്നേനെ. മോള് സൂക്ഷിച്ചും കണ്ടുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണേ. അതൊന്നും എന്നോട് പറയണ്ട അച്ഛാ. ജേട്ടന്റെ സ്വന്തം ഭാര്യ എനിക്കൊപ്പമാ താമസിക്കുന്നേ. ചേട്ടത്തിക്കും രജനിക്കും പറഞ്ഞു ചിരിക്കാൻ ഒരു കാര്യമായി. ഇതിനെ അങ്ങനെ കണ്ടാ മതി അച്ഛാ. ഞാൻ പിന്നെ ഇങ്ങനൊരു വിവരം അറിഞ്ഞപ്പോ അച്ഛനോട് വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. ശരി അച്ഛാ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ വെക്കുവാണേ. ശരി മോളെ. ശരി. പറഞ്ഞത് കേട്ടായിരുന്നു? ഞാൻ എങ്ങനെ കേൾക്കാന്? ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറയും. ജയന് വേണ്ടി രണ്ടാമതൊരു പെണ്ണന്വേഷിക്കുന്നത് നമ്മുടെ മോളെയാ. എന്തൊക്കെയാ കേൾക്കുന്നേ? അവരാങ്ങളെയും പെങ്ങളുമാണെന്ന് അവർക്കറിയില്ലല്ലോ. മോള് പറഞ്ഞത് ശരിയാ. ഇതിങ്ങനെ വന്നത് നന്നായി. മോളത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തോളൂ. മറ്റേതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിലേ ഒഴിഞ്ഞു പോയനെ.
ഇപ്പോഴും കുഴയോന്ന എന്റെ സംശയം. അതെന്താ? മോളെ പെണ്ണ് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവര് പെണ്ണിന്റെ വീട്ടിലേക്ക് വരാതിരിക്കോ? ജയനെയും കൊണ്ട് അവർ ഇവിടേക്ക് വന്നാലോ? അത് പേടിക്കണ്ട, ആ സമയത്ത് ഞാൻ മാറി നിൽക്കാം. അതൊക്കെ വലിയ അപകടമാവില്ലേ ഗംഗേട്ട? പിന്നെ ഞാൻ ഇവിടെ നിൽക്കണോ അതോ അവരുടെ മുമ്പിലോട്ട് ഇറങ്ങി ചെല്ലണോ? അങ്ങനെയല്ല ഗംഗേട്ട ഞാൻ പറഞ്ഞത്. ഇവിടേക്കൊക്കെ വരുമ്പോ അയലത്തുള്ള ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ ആകെ പ്രശ്നമാവും. അയലത്തുള്ളവർക്കൊക്കെ അറിയാമല്ലോ നീ എന്റെ രണ്ടാം ഭാര്യയാണെന്ന്. പിന്നെന്താ കുഴപ്പം? പക്ഷെ ചേട്ടന്റെ ആദ്യ ഭാര്യയും മക്കളെയൊന്നും ആർക്കും അറിയില്ലല്ലോ. ആദ്യ ഭാര്യ മരിച്ചു പോയതുകൊണ്ട് രണ്ടാമത് കെട്ടിന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയല്ലയോ? അതെങ്ങനെ ശരിയാവുന്നേ? എടി, അവള് ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും ഒക്കെ എനിക്ക് ഒരുപോലെ. പിന്നെ അവളാണെങ്കിലേ എനിക്ക് ഇരിക്കപ്പിണ്ടം വെച്ചിട്ട് നിൽക്കുക. അതുകൊണ്ട് കുറ്റബോധത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഗംഗേട്ടന് വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് രാഗിണി അറിയുന്നതിനേക്കാൾ ഗംഗേട്ടന്റെ മക്കൾ അറിയുന്നതാണ് ഏറ്റവും വലിയ നാണക്കേടെന്ന് ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്? പ്രത്യേകിച്ച് 2 ആൺമക്കളും അറിയുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്ന് എത്രയോ തവണ ഗംഗേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവരൊക്കെ സത്യങ്ങൾ അറിയാനേ ഇതുപോലുള്ള സംഭവങ്ങൾ ഉപകരിക്കൂ. ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. അതിനുള്ള സമയം ഒത്തുവരുന്നത് വരെ തൽക്കാലം ഞാൻ ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് പറയുന്നില്ല. പിന്നെ വീട്ടിലെത്തിയ ശേഷം ദീപേച്ചിയോട് കാര്യങ്ങളൊക്കെ പറയണം. ഇപ്പൊ തന്നെ ഞാൻ വേറെ ചിലരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാരെയാ? ഒന്ന് എന്റെ അമ്മയെ, പിന്നെ സാറിന്റെ അച്ഛനെയും. അച്ഛനോടെല്ലാം പറഞ്ഞോ? സാറിന്റെ അച്ഛൻ എനിക്ക് സ്വന്തം അച്ഛനെ പോലെയാ, അതുകൊണ്ട് പറഞ്ഞതാ. എന്തായാലും സാറിന് അച്ഛനെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ചൂടാറുന്നതിന് മുന്നേ കാര്യം പറയാന്ന് കരുതി. ലോകത്ത് ഇതുപോലൊരു അമ്മ എനിക്കും വേറെ ഉണ്ടാവില്ല. അങ്ങനൊരു ബന്ധം ആയതുകൊണ്ട് തള്ളിക്കളയാനും കഴിയില്ല. നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് അമ്മയും അച്ഛനും എന്നൊക്കെ പറയാം. അത് സത്യവുമാണ്. അവരുടെ കാല് പിടിക്കാനും അവരെ മനസ്സിലിട്ട് ആരാധിക്കാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ തന്നെ നമ്മുടെ വഴി മുടക്കുമ്പോ എത്രയെന്ന് കരുതി നമുക്ക് സഹിക്കാൻ പറ്റും? എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ സാറിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ. സത്യം പറയാലോ, ഇങ്ങനൊരു പ്രപ്പോസലായി അമ്മ വന്നപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അവർക്കൊക്കെ ഹരിതയെ ഇഷ്ടപ്പെട്ടു. കുറച്ചു ദിവസമായിട്ട് എന്നോട് നല്ല രീതിയിലാ ചാരുമേടം പെരുമാറുന്നത്. അത് കണ്ടപ്പോഴേ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നിയതാ. എന്നുവെച്ച് ഇങ്ങനൊരു ആലോചന വരുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്നത്തെ ദിവസം നടന്നൊക്കെ ഹരിതയ്ക്ക് അറിയാലോ. ആ ജഗൻ സഹായിച്ചതുകൊണ്ട് എനിക്ക് ദീപയായി എല്ലായിടത്തുനിന്ന് പോകാൻ പറ്റി. അതുകൊണ്ട് ഇടുപിടിയെന്ന് ഇങ്ങനൊരു തീരുമാനം അവരെടുത്തത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതോ എന്റെ പെങ്ങളെന്ന് പറയുന്നോളൂ. ഇനിയിപ്പോ അവൾ ഒരുത്തനെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്, ഒരു കാർത്തിയെ. ആ കല്യാണം അങ്ങനെ നടന്ന പിന്നെ എന്നെ തുലയ്ക്കാനായിട്ട് ആ കാർത്തി എന്ന് പറയുന്നവന് എന്തും ചെയ്യും. അവനെപ്പറ്റി ദീപേലജിനെയൊക്കെ പറഞ്ഞാണല്ലോ. എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സർ. ദീപയുടെയും ദീപയുടെ കുടുംബത്തിന്റെയും വേരറുക്കാനായിട്ട് നടക്കുന്നവനാ. സത്യം പറയാലോ, എന്റെ ഭാര്യയും അവളുടെ അമ്മയും അനിയത്തിയും പോലെ നന്മയുള്ളവർ ഈ ലോകത്ത് വേറെ ഇല്ല. എന്നത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നില്ല. എന്റെ അമ്മയ്ക്ക് ഇതുപോലെ നല്ല മരുമോളെ കിട്ടില്ലായിരുന്നു. എനിക്കറിയാലോ സർ, കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്. അതിനിടയിൽ തന്നെ ഒരു വല്ലാത്ത അടുപ്പം എനിക്ക് ചേച്ചിയോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് പാവാ. ആ ചേച്ചിയെ വിട്ടിട്ട് സാറ് മറ്റൊരു കല്യാണം കഴിച്ചാലുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ നഷ്ടപ്പെട്ട ഭാര്യയെ ഓർത്ത് സാറിന് ദുഃഖിക്കേണ്ടി വരും. ഞാൻ ഈ നാട് വിട്ടു പോയാലും ആത്മഹത്യ ചെയ്താലും ദീപയല്ലാതെ മറ്റൊരു ഭാര്യ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ബന്ധം മുടക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. ജയേട്ടന്റെ ക്യാരക്ടർ എന്താന്ന് ഹരിതയ്ക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് നോക്കാം ഇതെവിടെ ചെന്ന് നിൽക്കുവെന്ന്. അവരുടെ കല്യാണത്തിൽ തന്നെ ചെന്ന് നിൽക്കും. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജയനേതായാലും ദീപയെ മറന്നിട്ട് ഒരു ഹരിതയും കെട്ടാൻ പോകുന്നില്ല. ചേട്ടൻ കെട്ടുമല്ലോ, ചേട്ടനെ കൊണ്ട് കെട്ടിക്കുമല്ലേ. എന്റെ ഏട്ടന്റെയും കല്യാണം ഒരേ മണ്ഡപത്തിൽ വെച്ച് നടത്താനാണ് അമ്മയുടെ തീരുമാനം. ആ സമയത്ത് ഹരിതയ്ക്ക് അച്ഛനില്ലാത്ത പോലെ ഞാനും എല്ലാരോടും പറയും എനിക്കും അച്ഛനില്ലാന്ന്. എടേ മോളെ, ജീവിച്ചിരിക്കുന്ന അച്ഛന് ബലിയിട്ടവളാ നീ നിന്റെ അമ്മയൊക്കെ.
എന്നാ കേട്ടോ, നീയൊക്കെ ജനിച്ചപ്പോ തന്നെ നിനക്കൊക്കെ ബലിയിട്ട് കഴിഞ്ഞു നിന്റെ അമ്മയെന്ന് പറയുന്നവള്. പെൺകുട്ടിയുടെ സ്വഭാവം ഇല്ലാതാക്കുന്നതും അവരെ കൊല്ലുന്നതും ഒരുപോലെ തന്നെ ആടി. അങ്ങനെ നോക്കുമ്പോ നിന്നെയൊക്കെ കൊല്ലാതെ കൊന്നു കഴിഞ്ഞു. അതുകൊണ്ട് നിനക്കൊന്നും ഇനി ഒരു നല്ല ജീവിതം ഇല്ല. മറ്റുള്ള പെൺകുട്ടികൾ ജീവിക്കുന്നത് കണ്ട് നിനക്കൊക്കെ അസൂയപ്പെടാനേ പറ്റൂ. അതാണ് നിനക്കൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഹരിത പോലും എവിടെ അവള്? എന്തായാലും അവളെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. നീ അങ്ങനെ പ്രയാസപ്പെട്ട് കെട്ടുവൊന്നും വേണ്ട. പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ഒരുത്തി ആയതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും യോജിച്ചു പോകുന്ന ഒരുത്തിയാണെന്ന് കരുതിയാ നിന്നെ തന്നെ ഞാൻ തെരഞ്ഞെടുത്തത്. ഇനി നിന്ന് കാലം ഒഴിക്കണ്ട, ഇരിക്ക്. പിന്നെ എന്റെ മോൾക്ക് എന്നും കുന്നും അവന്റെ പിന്നാലെ തിരിയാനൊന്നും പറ്റില്ല. അപ്പോ അവനൊരു ഭാര്യ വന്നു കഴിഞ്ഞാ നിനക്ക് അവനെ നഷ്ടപ്പെടാതിരിക്കാൻ നീ പിന്നാലെ തിരിഞ്ഞോളും. പിന്നെ നിങ്ങൾ ഒരു കമ്പനിയിൽ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത്. ആദ്യ ഭാര്യ ഒരു രണ്ടാം കല്യാണത്തിന് സമ്മതിക്കോ? നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്തിനാടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ അവിടെ ജോലിക്ക് വന്നത് മുതല് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അറിയാലോ. അതുപോലെ തന്നെ എന്റെ മോള് ചാരു നിന്നോടെല്ലാം പറഞ്ഞു കാണുമല്ലോ. എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും വന്നാലും ഒന്നും ഇവിടെ വേണ്ട. എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. അതിനനുസരിച്ച് എല്ലാവരും തിരിയും ഒടിയും. അതാണ് വീട്ടിലെ നിയമം. അല്ല, അതിന് നീ വീട്ടിൽ വന്നാലും അങ്ങനെ തന്നെയാ. മരുമോളുടെ ഭരണം ഒന്നും അവിടെ നടക്കത്തില്ല. ആരായാലും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് അവളെ അറിയാലോ, ദീപേ. ഞാൻ വരുമ്പോ ഷോറൂമിലുണ്ടായിരുന്നല്ലോ. അവളോട് ചോദിച്ചു നോക്കണം എന്താണ് എന്റെ വീട്ടിലെ രീതികളെന്ന്. അതിപ്പോ ദീപേച്ചിയോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അമ്മേ. ചാരു മാഡം എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചാരു മാഡം, അത് കൊള്ളാം. കല്യാണം കഴിഞ്ഞാലും നീ അങ്ങനെ വിളിച്ചാ മതി. ഒരു ബഹുമാനമൊക്കെ ഇരിക്കട്ടെ. ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ. ഈ വീടിന് എത്രയാ റെന്റ്? അതെനിക്കറിയില്ല. ജയൻ സാർ അതൊക്കെ കൊടുക്കുന്നത്. വീടിന്റെ വാടക എത്രയാണെന്ന് അറിയാതെയാണോ ഇവിടെ കയറി താമസിക്കുന്നേ? സാറാണല്ലോ വീട് എടുത്തു തന്നത്. പിന്നെ ഹൗസ് ഓണറുമായിട്ട് സാറാണ് കരാറൊക്കെ ഒപ്പുവെച്ചിരിക്കുന്നത്. മാസാമാസം ഷോറൂമിന്റെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് പൈസ പോകുന്നേ. എന്നാലും നീ താമസിക്കുന്ന വീടിന്റെ വാടക എത്രയാണെന്ന് നീ ചോദിക്കത്തില്ലയോ? ഇതൊക്കെയാ എനിക്ക് ഇഷ്ടപ്പെടാത്ത. അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കണം. നിന്നെ പോലുള്ള പെൺപിള്ളേർക്ക് അത്തരം ശീലമൊന്നുമില്ല. പകരം അറിയേണ്ടാത്ത കാര്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ കേൾക്കാനും ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കും. അതുകൊണ്ടാ ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികളും ഭർത്താക്കന്മാരുടെ വീട്ടിൽ ഉറച്ചു നിൽക്കാത്തത്. എന്റെ സ്വഭാവം എന്താണെന്ന് ജെയിൻ സാറിനോട് ചോദിച്ച അമ്മയ്ക്ക് മനസ്സിലാവും. അവൻ പറയുന്നതിലൊന്നും എനിക്ക് വിശ്വാസമേ ഇല്ല. ഈ ലോകത്ത് ഏറ്റവും കൊള്ളരുതാത്ത പേരുദോഷം കേൾപ്പിച്ച ഒരുത്തിയ അവനെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് കല്യാണം കഴിച്ചത്. ഇപ്പോഴും മൊബൈല് തുറന്നാലേ അവളുടെ ചില രംഗങ്ങളൊക്കെ കാണാം. പാഞ്ഞു പോയിട്ടൊന്നും ഇല്ല അതൊന്നും. പിന്നെ അവർക്ക് അവരുടെ വീട്ടിൽ പോയി താമസിച്ചൂടെ പകലൊക്കെ വന്നിട്ട്? ഞാനിവിടെ ഒറ്റയ്ക്കുള്ളത് കൊണ്ടും പിന്നെ മുറികളുള്ളത് കൊണ്ടും അവരിവിടെ വന്ന് താമസിക്കുന്നതാ. നോക്ക്, അങ്ങനെ കണ്ണീ കണ്ടവരെയൊക്കെ ഇവിടെ കയറ്റി താമസിപ്പിക്കരുത്. അവസാനം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടന്നാലേ വീടെടുത്ത് തന്നവനെ അത് ബാധിക്കൂ. തന്നെയുമല്ല, നിന്റെ കൂട്ടുകാരെയൊന്നും അങ്ങനെ അടുപ്പിക്കാത്തതാ നല്ലത്. ഇനി ഞാൻ വരാതെ നോക്കാം. അല്ല, അവരൊക്കെ എന്തിനാ ഇവിടെ ഡ്രസ് ഇട്ടിട്ട് പോകുന്നത്? അത് പിന്നെ കോട്ടയത്തുള്ള ഒരു ഫ്രണ്ട് ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവളാണ് ഡ്രസ് ഇവിടെ ഇട്ടേച്ച് പോയിരിക്കുന്നത്. എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടല്ലോ. ഒന്നുമില്ല മാഡം. ഈ ചായ ഉള്ളോ? അത് മാഡം അല്ലേ പറയേണ്ടത്. കൊള്ളില്ല, ഒരു കാശിനും കൊള്ളില്ല. ചായക്കകത്ത് എന്തിനാടി ഇത്രയും വെള്ളം ഒഴിച്ചത്? ഞാനധികം പാൽ ഉപയോഗിക്കാറില്ല. നീ ഉപയോഗിക്കില്ല എന്ന് കരുതി ഞാനും ഉപയോഗിക്കരുതോ? എടി, എനിക്ക് പാൽ ചായ ഇഷ്ടം, അല്ലാതെ പച്ചവെള്ളം അല്ല. ഞാൻ മാറ്റിത്തരാം. ഇനി മാറ്റാനും പിടിക്കാനൊന്നും നിക്കണ്ട. ഇതുകൊണ്ടൊന്നുമേ ഞാൻ ഇവിടുത്തെ വരവ് അവസാനിപ്പിക്കില്ല. ഇടയ്ക്കൊക്കെ വരും.
അപ്പോഴും ഇത് ആവർത്തിച്ചാ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ? ഈ ചായ നിന്റെ മോന്തയ്ക്ക് വീഴും. അതുകൊണ്ട് അധികം ആറ്റാതെ നീ കൊണ്ടു തരണം. എങ്കിലേ മുഖത്ത് വീണാലേ പൊള്ളത്തുള്ളൂ. അങ്ങനെ പൊള്ളിയാലേ പിന്നെ ചെയ്ത തെറ്റ് ആവർത്തിക്കാതിരിക്കൂ. പൊള്ളിയ പാടുണ്ടെങ്കിലേ അത് കാണുമ്പോഴെങ്കിലും ചായക്ക് പാല് കൂട്ടിയിടാൻ നിനക്ക് തോന്നും. ഇനി തെറ്റ് ആവർത്തിക്കില്ല ഞാൻ. അയ്യോ, ആവർത്തിച്ചോ? അപ്പോഴീ പറഞ്ഞതൊക്കെ നടക്കൂന്നാ ഞാൻ പറഞ്ഞത്. ഇവരുടെ കൂടെ എന്റെ അച്ഛൻ ഇത്രയും കാലം എങ്ങനെ പിടിച്ചു നിന്നോ എന്തോ. നീ ഇപ്പൊ മനസ്സിൽ എന്തോ എന്നെ വിളിച്ചില്ലേ? അത് വേണമെങ്കിലേ നിനക്ക് ഒച്ചത്തി പറയാം. അപ്പൊ എനിക്ക് കൂടെ കേക്കാലോ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മാഡം. എടി, നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ പറ്റിയൊക്കെ എനിക്ക് അറിയാൻ കൊച്ചേ. ഞാൻ ഈ പ്രായമൊക്കെ കടന്നല്ലേ വന്നേ. നീ ജയന്റെ ഭാര്യയായി കഴിഞ്ഞ ആ ഷോറൂം നിന്റെയും കൂടിയാ. എന്ന് വെച്ചാ നിന്റെ ഉത്തരവാദിത്വം കൂടുന്നതിനോടൊപ്പം തന്നെ നിന്റെ പദവിയും കൂടുകയാണെന്ന്. അമ്മ മാത്രമുള്ള നീ വലിയ സ്ത്രീധനം ഒന്നും തരില്ലാന്ന് എനിക്കറിയാം. എന്നിട്ടും ഇത്രയും വലിയൊരു മഹാഭാഗ്യം നിന്നെ തേടി വരുമ്പോ അതിന്റെ ഒരു വിനയവും നന്ദിയും ഒക്കെ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇവിടെ ആരൊക്കെയോ വന്നു പോകുന്നുള്ള കാര്യം ഉറപ്പാ. നീ പറഞ്ഞത് പൂർണ്ണമായിട്ട് ഞാൻ വിഴുങ്ങിയെന്നൊന്നും നീ കരുതണ്ട. എന്നെ പറ്റിച്ചു എന്നൊരു അഹങ്കാരവും നിനക്ക് വേണ്ട. എന്ന് വെച്ചാ ഞാൻ പോയതിനു ശേഷം എന്നെ പറ്റിച്ചെന്നും പറഞ്ഞ് ചിരിക്കണ്ടാന്ന്. മനസ്സിലായോ? ഇത് എന്റെ അഡ്രസ്. കോട്ടയത്ത് എവിടെയാ നിന്റെ വീട്? പനച്ചിക്കാട് അടുത്താ. ആ, പനച്ചിക്കാട് എപ്പോഴോ ഞാൻ പോയിട്ടുണ്ട്. ജയന്റെ അച്ഛൻ ഒരു തല്ലിപ്പുള്ളി ഉണ്ടായിരുന്നല്ലോ. ഈ അടുത്ത സമയത്താ അയാളെ ഞാൻ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കിയത്. അയാൾ ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനത്തിനൊക്കെ പോവാറുണ്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ. അങ്ങനെ 1-2 തവണ ഞാനും പോയിട്ടുണ്ട്. ഇനിയിപ്പൊ അങ്ങോട്ട് വരുമ്പോ അയാൾ അങ്ങനെ കാണൂ? അല്ല, ഈ കോട്ടയത്തെന്ന് പറയുമ്പോഴേ തിരുനക്കരയിലെ ശിവക്ഷേത്രത്തിനടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പനച്ചിക്കാട്ട് ദേവി ക്ഷേത്രത്തിലൊക്കെ അയാള് കാണും. അതിന് സാധ്യതയില്ല. എന്ന് നിനക്കെങ്ങനെ അറിയാം? നീ അയാളെ കണ്ടിട്ടുണ്ടോ? അല്ല, ഉണ്ട്. എപ്പോ? ഇടയ്ക്ക് ഷോറൂമിൽ വന്നായിരുന്നല്ലോ. ഓ, അത് ശരി. ഇനി അയാൾ അവിടെ വന്നാലുണ്ടല്ലോ അപ്പോഴെന്നെ വിവരം അറിയിക്കണം. അല്ല, ചാരു എന്നോടത് പറയും. എങ്കിലും നീ നിന്റെ കടമ ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇനി ജയനെ നീ വേണം നോക്കാൻ. ചാരു കാർത്തി എന്ന് പറയുന്ന ഒരു കോടീശ്വരനെ കല്യാണം കഴിക്കാൻ പോവാ. അതുകൊണ്ട് ഇനിയിപ്പോ അവൾക്ക് ഷോറൂമിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് 2 ആൾക്കും കല്യാണം വിളിക്കാൻ പോണം. കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. ഡ്രസ്സും സ്വർണവും ഒക്കെ എടുക്കണം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഷോറൂമിൽ നിന്റെ ശ്രദ്ധ വേണോന്ന്. എന്തെങ്കിലും കാരണവശാ നിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് എനിക്കിഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ വല്ലതും അവൻ ചെയ്താ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നീയായിരിക്കും. പിന്നെ നിന്റെ കാരണത്തായിരിക്കും പാട് കാണുന്നത്. ഞാനെല്ലാം ശ്രദ്ധിച്ചോളാം മാഡം. ഈ മാഡം എന്നുള്ള വിളിയുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞാലും മാറ്റണ്ട കേട്ടോ. അത് ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞത്? ഉണ്ട്. പിന്നെ ഈ പുറത്തുള്ള കൂട്ടുകാരെ ഒന്നും അകത്ത് വിളിച്ച് കേറ്റണ്ട, പ്രത്യേകിച്ചും പെമ്പിള്ളരെ. ഇപ്പോഴത്തെ ആമ്പിള്ളരും പെമ്പിള്ളരും ഒക്കെ ഒരുപോലെയാ. രണ്ടിനെയും പേടിക്കണം. എനിക്കങ്ങനെ ആൺസുഹൃത്തുക്കളൊന്നുമില്ല. അയ്യോ, അതൊരു പോരായ്മയാണെങ്കിലേ ഇനി ആൺസുഹൃത്തുക്കളെയും കൂടെ വിളിക്കിങ്ങോട്ട്. ആൺസുഹൃത്തുക്കളില്ല പോലും. ജയം മാത്രം മതി ഇനി സുഹൃത്തായിട്ട്. കല്യാണം കഴിഞ്ഞാലേ അവൻ പിന്നെ എല്ലാ അർത്ഥത്തിലും നിന്റെ സുഹൃത്ത് തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഷോറൂമിൽ നിന്ന് പോരുന്നതിന് മുമ്പ് നീ എന്നെ വിളിക്കണം. എന്നിട്ട് അന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ എന്നോട് പറയണം. കേട്ടല്ലോ? പറയാം മാഡം. ശരി, എന്നാ ഞാൻ ഇറങ്ങുവാ. അയ്യോ, മാഡം. ആ, നീ വന്നോ? മാഡത്തിന്റെ അമ്മ ഇന്ന് വീട്ടിൽ വന്നായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് എന്റെ അമ്മ കേറി വന്നപ്പോ പേടിച്ചു പോയോ? അമ്മയുടെ സംസാരം കേട്ടിട്ട് ഒന്നും തോന്നണ്ട കേട്ടോ. അമ്മ അങ്ങനെയാ. അതെനിക്കറിയാലോ. അന്ന് വന്നപ്പോ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതാ. അമ്മ വീട്ടിൽ തിരിച്ചു വന്ന ശേഷം എന്താ പറഞ്ഞത്? ആ, ഹരിതയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്. പിന്നെ അമ്മയുടെ ചിട്ടകൾക്കനുസരിച്ച് മുന്നോട്ട് പോയാ ഹരിതയ്ക്ക് ഒരു കുഴപ്പവും വരില്ല.
ഞാൻ മാഡത്തിനോടൊരു കാര്യം പറയാനാ വന്നത്. ആ പറഞ്ഞോളൂ. അല്ല, ജയലാൽ സാറിനെ പോലുള്ള ഒരാളെ ഏത് പെൺകുട്ടികളായാലും ഇഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്ക് ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മതം. നേരത്തെ ഞാൻ സമ്മതം മൂളിയതാ. എന്നാലും അമ്മയായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ അമ്മയ്ക്കും ഈ ബന്ധം ഒത്തിരി ഇഷ്ടമായി. എന്റെ ഏട്ടനെ ഈ ലോകത്തെ ഏത് പെൺകുട്ടികളും ഇഷ്ടപ്പെടും. അതുകൊണ്ടാണല്ലോ ഒരു യക്ഷി മുറുകെ പിടിച്ചിരിക്കുന്നത്. ആ യക്ഷി ഇനി പിടുത്തം മുറുക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇപ്പൊ ഏതു നേരവും സാറിനെ മാഡം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സാറിന്റെ പിന്നാലെ തന്നെ ചുറ്റിത്തിരിയല്ലേ? ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല മാഡം. പകുതി ജോലി എന്നെ ഏൽപ്പിച്ചോ, ഞാൻ സാറിനെ വിടാതെ പിന്തുടർന്നോളാം. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. എന്റെ വിവാഹം ഫിക്സ് ചെയ്തിരിക്കുകയാണല്ലോ. ഇനിയിപ്പൊ കല്യാണം വിളിയായിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും. ആ സമയത്ത് നിന്നെ പോലൊരു പെൺകുട്ടി ഇവിടെ ഉള്ളത് നല്ലതാ. പക്ഷെ നീ കണ്ണു തെറ്റിക്കരുത്. അങ്ങനെ വന്ന കൊത്തിക്കൊണ്ടു പോവാൻ ഒരുത്തി വട്ടമിട്ട് പറക്കുക. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയാ അയാളെ കൈവിട്ടു പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കോ? മാഡം സാറിന്റെ പെങ്ങളാണ്. ചില നേരത്ത് ചിലപ്പോ മാഡത്തിന് കണ്ണു തെറ്റിയെന്ന് വരും. പക്ഷേ എനിക്ക് ജയലാൽ സാറിനെ വേണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഒരിക്കലും എന്റെ കണ്ണു തെറ്റില്ല. ഗുഡ്. അമ്മ ഇവിടെ വന്നതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് അങ്ങോട്ട് ജേട്ടനെയും കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാല് ജേട്ടൻ റൂട്ട് തെറ്റിക്കുമെന്ന് അമ്മയ്ക്ക് പേടിയുണ്ട്. ഇനിയിപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ധൈര്യത്തോടെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ജോലിയുടെ കാര്യത്തില് വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവ ജേട്ടന്റേത്. അതുകൊണ്ട് കൂടുതൽ പ്രഷർ കൊടുക്കാൻ പറ്റില്ല. ജേട്ടൻ വീട് വിട്ടു കഴിഞ്ഞാൽ ഏത് നേരവും ഇവിടെ ചെലവഴിക്കുന്ന കൂട്ടത്തിലാ. പിന്നെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ കാരണം ബിസിനസ് മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ജേട്ടന്റെ ശ്രദ്ധ തിരിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാനിനി ചെയ്യുന്നില്ല. പക്ഷെ നീ തന്ന വാക്ക് അത് വാക്കായിരിക്കും. 100% മാഡത്തിന് എന്നെ വിശ്വസിക്കും. എന്നാ പിന്നെ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഞാൻ ജയലാൽ സാറിനെ നോക്കിക്കോളാന്ന് ചാരുവിന് ഉറപ്പ് കൊടുത്തതുകൊണ്ട് ചാരു നേരത്തെ പോയി. ഇന്നാണെങ്കിൽ എനിക്ക് വൈകുന്നേരത്തെ ട്രെയിനില് വീട്ടിലോട്ട് പോണം. നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് ജയലാൽ സാർ റെഡിയാക്കിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് റെഡിയാക്കിയോ? പിന്നെ ഭാര്യയ്ക്കൊരു ആവശ്യം വന്നാ രണ്ടും കൽപ്പിച്ച് സാർ ഇറങ്ങത്തില്ലേ? ലാലേട്ടന് ഒരുപാട് പരിചയമുള്ള സ്ഥലം. ഒരു ഫോൺ കോളിന്റെ ആവശ്യമുള്ളൂ. ഒരു ചെറിയ വീടൊക്കെ സംഘടിപ്പിക്കാൻ. അത്യാവശ്യ സൗകര്യമൊക്കെ ഉള്ള വീടാണെന്നാ സാറ് പറഞ്ഞത്. ലാലേട്ടനോട് എന്താ ഹരിത പറഞ്ഞത്? ഞാനൊരു വലിയ നാടകം കളിക്കാൻ പോകണമെന്നൊക്കെയാ പറഞ്ഞത്. അത് വെറും പറച്ചിലൊന്നുമല്ല, ഞാൻ തുടങ്ങി കഴിഞ്ഞു. ഇന്നു മുതൽ ദീപേച്ചി എന്റെ ശത്രുവാ. ലാലേട്ടനെ ഒരു കാരണവശാലും ദീപേച്ചി തട്ടിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ രീതിയിലൊക്കെയാണ് ഞാൻ ചാരുവിനോട് സംസാരിച്ചത്. ഇനിയിപ്പോ ലാലേട്ടന്റെ വീട്ടിലുള്ള ചേച്ചിയുടെ അമ്മായി അമ്മയോട് മകള് പോയി എല്ലാം പറയും. പിന്നെ അവർക്ക് ഞാൻ വാക്കുകൊടുത്താണല്ലോ ലാലേട്ടനെ നോക്കിക്കൊള്ളാന്ന്. പിന്നെ വേറൊരു കാര്യം, രണ്ടാളും കൂടെ കാണുമ്പോ ആ ആവശ്യത്തിനെ വെറുതെ എല്ലാം കോളാക്കി കളയരുത്. ഒരു കാരണവശാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് മറ്റാരും കാണരുതെന്നാ ഞാൻ പറഞ്ഞത്. അത് ഞാനും പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ലാലേട്ടന് ഇതൊക്കെ അറിയാലോ അല്ലേ? എത്ര അറിഞ്ഞാലും നിങ്ങൾ തമ്മിൽ കാണുമ്പോ, അല്ല ഈ കാണാതിരുന്ന് കാണുന്നതായോണ്ടേ ചിലപ്പോ സാഹചര്യത്തെ പറ്റിയൊന്നും ഓർക്കത്തില്ല. അതൊന്നും വേണ്ട കേട്ടോ. ഇതൊരു ഗോൾഡൻ ചാൻസാ നിങ്ങൾക്ക് കാണാനും സംസാരിക്കാനും. ഇത് പിടിക്കപ്പെട്ട ഞാൻ ചിലപ്പോ ഷോറൂമിൽ നിന്ന് പുറത്താവുമായിരിക്കും. അതെനിക്കൊരു പ്രശ്നമേ അല്ല. എന്നാ അതോടെ ചേച്ചിയുടെ മുന്നിലുള്ള വഴി അടയും. എന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ അവരാലോചിച്ചും തുടങ്ങും. ജയലാൽ സാറിന്റെ രണ്ടാം വിവാഹമാണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ ചിലപ്പോ ഏതെങ്കിലും നല്ല കുടുംബത്തിന് വിവാഹത്തിന് തയ്യാറാവും. അതൊഴിവാക്കാൻ ശ്രമിക്കേണ്ടത് നിങ്ങൾ രണ്ടാളുവാ. പറഞ്ഞത് കേട്ടല്ലോ. നമുക്ക് പുറപ്പെടണ്ടേ? എവിടെയാ വീടെടുത്തിരിക്കുന്നത്? ലാലേട്ടൻ ഇപ്പൊ വിളിക്കും.
അപ്പൊ സാധനങ്ങൾ എടുത്ത് നിങ്ങൾ പുറത്ത് തന്നെ നിന്നാ മതി. ലാലേട്ടൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പൊക്കോളും. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഓ, നിന്റെ ഒരു പേടി. കാര്യങ്ങൾ എന്തായാലും ഇത്രത്തോളം എത്തിയല്ലോ, അത് മഹാഭാഗ്യാണെന്ന് നീ കരുതിക്കോ. ലാലേട്ടന്റെ അമ്മ ഇവിടെ വന്നപ്പോഴേ നമ്മൾ എങ്ങനെ കണ്ടിരുന്നെങ്കിലോ ഇന്നത്തോടെ എല്ലാം അവസാനിച്ചേനെ. ഹരിത ഇവിടെ വന്ന ശേഷം ആദ്യമായി വീട്ടിൽ പോവല്ലേ? അതെ, ഇന്നോട് ചെന്നില്ലെങ്കിലേ അമ്മയ്ക്ക് വലിയ വിഷമായിരിക്കും. വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണം. അതുപോലെ വിളിക്കുമ്പോഴേ അമ്മയുടെ കയ്യില് ഫോൺ കൊടുക്കണം. എനിക്കൊന്ന് സംസാരിക്കാലോ. രചന, വീട് ഇത്രേ ഉള്ളൂവെങ്കിലും റെന്റ് ഒരുപാടാ. ഇപ്പൊ സത്യം പറഞ്ഞാൽ വീടിന് വലിയ ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ 2-3 വീടിന്റെ റെന്റ് കൊടുക്കണമല്ലോ ലാലേട്ടാ. എത്ര വീട് വേണമെങ്കിലും റെന്റ് കൊടുക്കാം. എനിക്ക് ദീപയെ കാണാൻ കഴിഞ്ഞാൽ മാത്രം മതി. ഏതായാലും വന്ന സ്ഥിതിക്ക് ഇനിയൊരു ചായക്കെ കുടിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതിനിപ്പോ എന്താ ലാലേട്ടാ, നിങ്ങൾ ഏതായാലും സമയം കളയണ്ട. നിങ്ങൾ സംസാരിച്ചോ, അപ്പോഴേക്കും ഞാൻ പോയി ചായ റെഡിയാക്കാം. അത് വേണ്ട, ഞാൻ ചായ ഇട്ട് കൊടുക്കാം. നിന്റെ ഭർത്താവിന് ചായ ഇട്ട് കൊടുക്കാൻ നിനക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോ, പക്ഷെ സമയം കളയണ്ടെന്ന് ഞാൻ പറഞ്ഞു. രചന പറഞ്ഞ ശരിയാ, കുറെ ദിവസം ആയില്ലേ കണ്ടിട്ട്. കേട്ടില്ലേ, ഇവൾക്കാണ് ലാലേട്ടനേക്കാൾ കൂടുതൽ കാണണമെന്നും സംസാരിക്കണമെന്നും ഉള്ളത്. എന്നിട്ടായിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങ് മാറിയേക്കാവേ. എത്ര നാളാ ലാലേട്ട ഇങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ കഴിയുന്നത്? എന്തായാലും കുറച്ചു നാളുകൂടി സാവകാശം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഹരിത അത്രയ്ക്ക് നമുക്ക് വേണ്ടി റിസ്ക് എടുക്കുന്നുണ്ട്. എത്ര നല്ല പെൺകുട്ടിയാ ഹരിത. അതെ, ഞാൻ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുമ്പോ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. അതിനിടയ്ക്ക് അച്ഛനും ഹരിതയുടെ കുടുംബമായിട്ടുള്ള പരിചയ ഗുണം ചെയ്തേ. അച്ഛനും വിളിച്ച് ഹരിതയോട് റിക്വസ്റ്റ് ചെയ്യുന്ന തോന്നുന്നേ, നമുക്ക് വേണ്ടിയിട്ടേ. അല്ലെങ്കിൽ മുന്നിൽ അപകടം ഉണ്ടെന്ന് അറിയായിരുന്നിട്ടും ഇത്രയും റിസ്ക് എടുക്കില്ലായിരുന്നു. അത് ശരിയാ. അവളെ പിന്നെ ഒന്ന് വിളിക്കണം. ഇന്ന് പുറപ്പെടുമെന്നാ പറഞ്ഞു. അതുപോലെ തന്നെ ഹരിതയ്ക്ക് ആരെങ്കിലും ഒന്ന് കൂട്ടിന് ശരിയാക്കി കൊടുക്കണം കേട്ടോ. ഹരിത വീട്ടിൽ പോയിട്ട് വരട്ടെ, എന്നിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഇത്രയും ദിവസം കാണാതിരുന്നിട്ട് നല്ല മാറ്റമുണ്ട് കേട്ടോ. നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. ലാലേട്ടനും അങ്ങനെ തന്നെ. ഓക്കെ മാഡം. ഓക്കെ, ബൈ. അവള് ജേട്ടന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ജേട്ടന് മാറ്റം ഉണ്ടെന്നാ പറയുന്നത്. അവൻ മാറും, ഇല്ലെങ്കിൽ ഞാൻ അവനെ മാറ്റിയെടുക്കും. എന്തായാലും തക്ക സമയത്ത് തന്നെ ഒരു പെങ്കൊച്ചിനെ കിട്ടിയത് മഹാഭാഗ്യം. ഹരിതയാണല്ലോ. ഹരിതയോ? ഹലോ ഹരിതേ. ജെയിൻ സാർ അടുത്തുണ്ടോ? ഒന്ന് കൊടുക്കോ? ലാലേട്ടനോട് സംസാരിക്കണമെന്ന്. ഹരിത. സാർ, ഇപ്പൊ ചാരു വിളിച്ചതേ ഉള്ളൂ. ഞാൻ സാറിന്റെ അടുത്തുണ്ടോന്നൊക്കെ ചോദിച്ചു. ഞാൻ ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ നമ്മള് രണ്ടാളും രണ്ടിടത്താ. ഇനി വിളിച്ചിട്ട് ഫോണൊക്കെ കൊടുക്കാൻ പറഞ്ഞാലേ ഞാൻ ആകെ പെട്ടുപോയത് തന്നെ. ഹരിത പുറപ്പെട്ടോ? ഇല്ല, ഞാൻ പുറപ്പെടാൻ തുടങ്ങാം. സാറില്ല, ഞാൻ ഉടൻ തന്നെ വീട്ടിൽ എത്തിക്കോളാം. എന്നോട് സാറ് കുറച്ച് താല്പര്യം കാണിച്ചു എന്നൊക്കെയാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ സാറും പറഞ്ഞാ മതി. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം സാർ. ഹരിതയുടെ ധൈര്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവില്ല. സാരമില്ല സാർ. സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചില നാടകം കളിക്കുന്നത് നല്ലതാ. അത് ദൈവത്തിനും ഇഷ്ടാ. ഓക്കെ, ഹരിതയ്ക്ക് അർഹിക്കുന്ന പാരിതോഷികം ഞാൻ തന്നിരിക്കും. എനിക്കൊന്നും വേണ്ട സാർ. നിങ്ങൾ എപ്പോഴാണെങ്കിലും ഒന്നിച്ച് ജീവിച്ചാ മതി. ശരി. ശരി സാർ. ശരി.
എനിക്ക് ഹരിത ഭയങ്കര വിശ്വാസ. നമുക്ക് വേണ്ടിട്ടാ ഹരിത എപ്പോഴും നാടകം കളിക്കുന്ന. എങ്കിലും മനസ്സിനുള്ളിൽ എന്തോ ഒരു ഭാരം പോലെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഹരിത വളരെ നല്ല കുട്ടിയാ. അവളുടെ ജോലി പോലും നഷ്ടപ്പെടുമെന്ന് ഉറപ്പിച്ചിട്ടാ അവൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. മാത്രമല്ല അതിന്റെ പിന്നിൽ എന്റെ അച്ഛനും ഉണ്ട്. അച്ഛനും കൂടി അറിഞ്ഞിട്ടാ ഹരിത ഈ കളിയൊക്കെ കളിക്കുന്നത്. പിന്നെ എന്നെ വിളിച്ച് പട്ടാളക്കാരൻ പ്രത്യേകം പറഞ്ഞതാ, അച്ഛനെ വിശ്വസിക്കുന്ന പോലെ ദീപയെ വിശ്വസിക്കുന്ന പോലെ ഹരിതയും വിശ്വസിക്കാന്ന്. ആ ഉറപ്പുണ്ടല്ലോ. അത് വേറെ ഉറപ്പല്ല, അച്ഛനാ കുട്ടിയെ നല്ലപോലെ അറിയാവുന്നോണ്ടാ അങ്ങനെ തറപ്പിച്ച് പറഞ്ഞത്. അത് നമ്മൾ നിസ്സാരമായിട്ട് എടുക്കണ്ട. ശരിയെന്നാ. എന്തായി, സംസാരിച്ചോ? സംസാരിച്ചു. ഇതൊന്നും അറിയാതെ രണ്ടെണ്ണ ഇപ്പൊ പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഒരിക്കലും നിനക്ക് നിന്റെ ലാലേട്ടന് നഷ്ടമാവില്ല മോളെ. അങ്ങനെയാ എന്റെ മനസ്സ് പറയുന്നത്. പക്ഷേ കടമ്പകൾ ഒരുപാടാ. ഇനി ലാലേട്ടന്റെ അമ്മയെ പറ്റിച്ചെന്നറിഞ്ഞ അവരുടെ സ്വഭാവം നിനക്കറിയാലോ. അവര് പിന്നെ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല. ലാലേട്ടനെയും കൊണ്ട് ചിലപ്പോ ഈ നാട് വിട്ടൊന്നു വരും. അതിനു മുൻപ് നീ ലാലേട്ടന്റെ കൂടെ നാട് വിടണം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതല്ലേ ലാലേട്ടൻ? നിങ്ങള് ഗൾഫിലോട്ടെങ്ങാനും പോണം. എന്നിട്ട് ഈ ഷോറൂം ആരെങ്കിലും ഏൽപ്പിക്കണം, അല്ലെങ്കിൽ വിൽക്കണം. പണം കായ്ക്കുന്നൊരു മരം വീട്ടിലുണ്ടെങ്കിലേ അതിലായിരിക്കും എല്ലാവരുടെയും കണ്ണ്. അതാണ് ലാലേട്ടന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നിന്റെ മൂത്ത നാത്തൂനെ ഗംഭീരായിട്ടല്ലേ കെട്ടിച്ചയച്ചിരിക്കുന്നത്. ഇനിയിപ്പൊ ചാരുവിന്റെ കാര്യത്തിലായാലും കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും. പിന്നെ ആ പാവത്തിനൊരു ജീവിതം വേണ്ട. അങ്ങനെ അമ്മയും പെങ്ങന്മാരും ചിന്തിക്കണ്ടേ? എല്ലാരും ഒന്നുപോലെ അല്ലല്ലോ രചന. അല്ലെങ്കിൽ അവരെ മര്യാദ പഠിപ്പിക്കണം. അതിന് ലാലേട്ടൻ തയ്യാറാവണം. ആ വീട്ടില് ലാലേട്ടന്റെ അച്ഛനും ചേട്ടനും മാത്രം ലാലേട്ടനോട് കൂറുള്ളത്. അതുകൊണ്ടിപ്പോ എന്തായി? അവര് രണ്ടുപേരും പുറത്തായി. ലാലേട്ടന്റെ അച്ഛൻ കോട്ടയത്തുണ്ടെന്നാ പറഞ്ഞേ. ആ അച്ഛനാണ് സത്യം പറഞ്ഞ ഹരിതയുടെ കൈയും കാലും ഒക്കെ പിടിച്ച് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ എത്തിച്ചത്. അത് ഉറപ്പാ. എനിക്കും അങ്ങനെ തോന്നിയത്. അല്ലെങ്കിൽ ഹരിത ഇത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് നീ എന്നും ആ അച്ഛനോട് കടപ്പാടുള്ള കൂട്ടത്തിലായിരിക്കണം. ലാലേട്ടന്റെ അച്ഛനൊരു അവശത വന്നാ നീ അരികിൽ കാണണം. അത് നീ പ്രത്യേകിച്ച് പറയണോ രചന? എന്റെ ജീവിതത്തിൽ ഇത്രയും പാവപ്പെട്ട ഒരു അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. എന്നും ഞങ്ങളെ വെറുത്തിട്ടുള്ള, ഞങ്ങളെ നോക്കാത്തൊരച്ഛന്റെ മക്കളായിട്ടാ ഞങ്ങൾ ജീവിച്ചത്. അവിടെ ആ മക്കൾക്ക് വേണ്ടി മാത്രം ഭാര്യയുടെ അടിമയായിട്ട് ജീവിക്കുന്ന ഒരച്ഛനായി നേരിൽ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അച്ഛൻ തന്ന സ്നേഹം ഈ ജന്മം ഞാൻ മറക്കില്ല. കാർത്തിയായിട്ടുള്ള കല്യാണം നടന്നേ തീരുമെന്ന വാശിയിലാണല്ലോ രണ്ടുപേരും. അക്കാര്യത്തിൽ ഇനി തർക്കമൊന്നും വേണ്ട. കാർത്തിയായിട്ടുള്ള എന്റെ കല്യാണവും ഹരിതയായിട്ടുള്ള ചേട്ടന്റെ കല്യാണവും ഉടനെ നടക്കും. അതെ, ഇനി കാർത്തി അവന്റെ അച്ഛനെ ഇത്തിരി കൊള്ളരുതാത്തവരാണെങ്കിലും ശരി, എവളുമായിട്ടുള്ള കല്യാണം നടന്നു കഴിയുമ്പോ അങ്ങ് നേരെ ആയിക്കോളും. അല്ലെങ്കിലേ അവരെ നേരെയാക്കാൻ എനിക്കറിയാം. അമ്മ കരുതുന്ന പോലെ ആൾക്കാരല്ല കാർത്തി അവന്റെ അച്ഛനും ഒന്നും. ആയിക്കോട്ടെ, ഇന്നത്തെ കാലത്ത് ആണുങ്ങൾ വഴി തെറ്റാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. മിക്ക ചെറുപ്പക്കാരും പ്രശ്നക്കാരാ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളാവുമ്പോഴാ നേരെയാവുന്നേ. ഏതായാലും കോടികൾ ആസ്തിയുള്ളവനാണല്ലോ ഈ കാർത്തി. ഒറ്റ മോനുവാ. പിന്നെ അത് മാത്രം നമ്മൾ നോക്കിയാ മതി. എന്റെ കല്യാണത്തിനെ കുറിച്ച് ഏട്ടൻ ചിന്തിക്കേണ്ട. ഏട്ടന്റെ കല്യാണത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ഇവളെന്നോട് പറയുമായിരുന്നു, ഞങ്ങള് രണ്ടാളും അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോ നീ കള്ളത്തരം കാണിക്കുമെന്ന്. കള്ളത്തരം കാണിച്ചിട്ട് എന്താ അമ്മേ കാര്യം? എപ്പോഴായാലും അത് പിടിക്കപ്പെടും. പിന്നെ എന്ത് സംഭവിക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഒരു യുദ്ധത്തിനുള്ളത് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ തന്നെയാ വേണ്ടത്. പിന്നെ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ
ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള കറികളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അത് ചൂടാക്കി കഴിച്ചോണം. ശരി. എന്നാ പിന്നെ ചേട്ടന് വീട്ടിലോട്ട് പോയിക്കൂടായിരുന്നോ? അവിടെ ഹേമ ചേച്ചിയും പ്രേമേട്ടനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് രണ്ടുപേരും പറയും. അവരൊന്നും ഉണ്ടാക്കത്തില്ല. അത് ശരിയാ. എല്ലാവരും ജീവിക്കാൻ പഠിക്കട്ടെ മോനെ. എന്നാ പിന്നെ പോയിട്ട് വരട്ടെ ഏട്ടാ. ശരി. അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോളണം. ഞങ്ങളെ കണ്ട് ഞെട്ടിപ്പോയല്ലേ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ പറയാതെ വന്നത്. നേരം പരപരാന്ന് വിളിക്കുന്നതിന് മുമ്പേ പുറപ്പെട്ടതാ. ജയനോട് പോലും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരുന്ന കാര്യം. നിന്റെ അമ്മയില്ലേടി ഇവിടെ? ഉണ്ട്. അമ്മേ, ജയേട്ടന്റെ അമ്മയോ അനീത്തിയോ? എന്താ പറഞ്ഞത്? ജയേട്ടനോ? ഇന്നലെ വരെ ജയൻ സാറായിരുന്നല്ലോ, ഇപ്പോഴതങ്ങ് ജയേട്ടനായോ? അവര് കല്യാണം കഴിക്കാൻ പോവല്ലേ അമ്മേ, പിന്നെ ചേട്ടനെന്ന് വിളിച്ചോട്ടെ. കല്യാണം കഴിച്ചിട്ട് അങ്ങനെ വിളിച്ചാ മതി. അതിനു മുമ്പ് സാറ് സാറും ജോലിക്കാരി ജോലിക്കാരിയുമാണ്. നിനക്ക് പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. അതെ, അകത്തേക്ക് വരൂ. ആരെയാ ഫോൺ വിളിച്ച? ആങ്ങളെ വിളിച്ചതാ. ഓ, ഞങ്ങള് വിരുന്നുകാരെ പോലെ വന്നതുകൊണ്ട് ഇനി ഈ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാനായിരിക്കും അല്ലേ? എനിക്ക് ഈ കടയപ്പം തിന്നുന്ന ഒന്നും ഇഷ്ടവേ അല്ല. അയ്യോ അല്ല, നിങ്ങള് വന്ന വിവരം പറയാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചതാ. എന്തിനാ ഈ ആളെ കൂട്ടുന്നത്? വീടും ഹരിതയുടെ അമ്മയൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ അടുക്കളയിൽ കയറി വന്നത് എന്തിനാന്ന് വെച്ചാ ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ടും കുടിച്ചിട്ടും ഒക്കെ പോവാന്ന് കരുതി. ഇനി അതിന്റെ കൂടെ ആങ്ങളെയും ആങ്ങളയുടെ ഭാര്യയും അവരുടെ മക്കളെയൊക്കെ വിളിച്ചു കൂട്ടണ്ട. ഇല്ല, ഇനി വിളിക്കൂല. വിളിക്കുന്നല്ലോ, ഇനിയിപ്പോ എടുത്ത കാര്യം പറയൂ. അല്ല, അത് വേണ്ട. എടുക്ക്, ഫോൺ എടുക്ക്. ഹലോ. ഹലോ, എന്താ വിളിച്ചിട്ടെടുക്കാത്തെ? ശരിയേട്ടാ, ഞാൻ വിളിക്കാം. ഹലോ ഹലോ. ഇതെന്ത് പറ്റിയത്? എന്താ ഒന്നും പറയാതെ കട്ടാക്കിയത്? അത് ആങ്ങളെ അമ്പലത്തിലാ. ഇനി അമ്പലത്തിൽ തൊഴുതോണ്ടിരിക്കുന്ന ആളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ട. ഇവിടെ അടുത്ത് തന്നെയാണോ ആങ്ങളയുടെ വീട്? ഒരു 4-5 കിലോമീറ്റർ അകലെയാ. എന്താ അയാളുടെ പേര്? ആങ്ങളയുടെ പേരറിയത്തില്ലയോ? സുകേഷ്. സുമേഷ് ആയാലും സുരേഷ് ആയാലും എന്റെ സംസാരം ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് നേരത്തെ അവരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം, ഞാൻ വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊന്നും എന്നോട് സംസാരിക്കരുതെന്ന്. എപ്പ തമ്മി കണ്ടാലും അങ്ങനെ ഒരു ബോധം ഉള്ളത് നല്ലതാ. പിന്നെ വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ലല്ലോ. രാവിലെ എന്താ ഉണ്ടാക്കിയത്? ദോശയാ. ദോശക്ക് ചമ്മന്തിയാണോ സാമ്പാറാണോ? ചമ്മന്തിയാ. എനിക്ക് സാമ്പാറില്ലാതെ ദോശയൊന്നും ഇറങ്ങത്തില്ല കേട്ടോ. ഒരു കാര്യം ചെയ്, ഒരു ഡബിൾ ആയിക്കോട്ടെ. ഡബിൾ ഓംലെറ്റ് എടുക്കാൻ. എനിക്കും വേണം, മോക്കും വേണം. മുട്ടയുണ്ടോ? 4-5 ഫ്രിഡ്ജിലുണ്ടാവും. നന്നായി. ഇനിയിപ്പൊ കോഴിയെ കൊണ്ടുവന്ന് മുട്ട എണീച്ചിട്ട് പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മലഞ്ഞു പോയേനെ. 2 പേർക്കുള്ള ദോശ ഉണ്ടോ? ഈ അറിവ് പോരാന്നാ പറഞ്ഞത്. ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുവച്ച് തന്നാലേ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എല്ലാം കൂടെ മുഖത്ത് തന്നെ കാണും. അമ്മ വെറുതെ ഹരിതയെ പേടിപ്പിക്കാതെ കഴിക്കാൻ നോക്ക്. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലേ അത് ഉള്ളി വെച്ചിട്ട് പുറമെ സുഖിപ്പിക്കുന്ന വർത്താനം ഒന്നും പറയാൻ എനിക്കറിയത്തില്ല. മനസ്സിലുള്ളത് വെട്ടി തുറന്നങ്ങ് പറയും, അതേ പഠിച്ചിട്ടുള്ളൂ. അതിനിപ്പോ ഏത് ദൈവം തമ്പുരാന് എന്ത് തോന്നിയാലും എനിക്കൊന്നുമില്ല. മനുഷ്യരായ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അയ്യോ, കുറച്ചുകൂടെ ഒഴിച്ചോ, എന്നാലല്ലേ ഇതൊക്കെ ഒന്ന് കുതിർന്ന് കഴിക്കാൻ പറ്റൂ. പക്ഷെ എന്റെ അമ്മോ, അല്ല ഇവിടെ കുടിക്കാൻ വെള്ളമൊന്നുമില്ലല്ലോ. ഇപ്പൊ കൊണ്ടുവരാം. ഇതൊക്കെ ആഹാരം കഴിക്കുന്നതിന് മുന്നേ കൊണ്ട് വെക്കണ്ടല്ലേ? ചൂടുവെള്ളം മതിയോ? ഇനി ചൂടാക്കേണ്ടി വരുമെങ്കിൽ അതൊന്നും വേണ്ട. ഫ്രിഡ്ജിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതെടുത്തോണ്ട് വന്നാൽ മതി. മിനറൽ വാട്ടർ കാണോ ഹരിതേ? ഓ പിന്നെ, മിനറൽ വാട്ടർ തരാൻ ഇതെന്താ ഹോട്ടലാണോ? തരേണ്ടത് തന്നെ തന്നിട്ടില്ല. പിന്നെ ആ മിനറൽ വാട്ടർ ഉള്ള എടുത്തോണ്ട് വാ വച്ചേ.
ഇപ്പൊ അവളുടെ സ്വഭാവത്തില് പാകതയും പക്വതയൊക്കെ ഉണ്ട്. കല്യാണം കഴിയുമ്പോഴും അതൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ നീ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സുകന്യ. വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. ആ മോളെ. അച്ഛാ പിന്നെ പറ മോളെ. ഹലോ ഹലോ. അയ്യോ, ചാർജ് തീർന്ന് ഫോൺ ഓഫ് ആയല്ലോ. എടീ, വെള്ളം എടുക്കാൻ പോയിട്ട് എവിടെടി വെള്ളം? അവക്ക് എന്നോടെന്തോ പറയാനുണ്ടല്ലോ. അമ്മ പറഞ്ഞത് ശരിയാ. നല്ല പതർച്ചയുണ്ട് രണ്ടുപേർക്കും. ഇതുവരെ പേടിയൊന്നും മാറിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഹരിതേ, അമ്മയുടെ സ്വഭാവം ഇതാ. അമ്മ എന്തും തുറന്നങ്ങ് പറയും. നിങ്ങളത് കേട്ട് പേടിക്കണ്ട കേട്ടോ. ഈ പറയുന്ന ആള് പിന്നെ വളരെ സാധുവാണെന്നാണോ പറഞ്ഞു വരുന്നത്? ഞാനും സാധുവൊന്നും അല്ല. അമ്മയുടെ കുറച്ചൊക്കെ ഗുണങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഈ പതർച്ചയും ഭയവും ഒക്കെ കല്യാണം കഴിഞ്ഞും വേണം. എങ്കിലേ ജയനുമായിട്ട് ഒത്തു. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഷോറൂമിൽ വന്ന പെൺകുട്ടിയെ ജേട്ടൻ കെട്ടാൻ പോകുന്നത് കൊണ്ട് ഇനിയിപ്പോ പിന്നാലെ ചുറ്റിത്തിരിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് ചുറ്റിത്തിരിഞ്ഞാലോ? കാർത്തി വിളിച്ചാ മതി, എവിടെ വേണമെങ്കിലും ഞാൻ വരാം. നമ്മുടെ കല്യാണമൊക്കെ ഫിക്സ് ആയില്ലേ? കല്യാണം ഫിക്സ് ആയെങ്കിലും എന്റെ വീട്ടിലോട്ട് നീയോ നിന്റെ അമ്മ ഇതുവരെ വന്നിട്ടില്ല. വിഷമിക്കണ്ട, അമ്മ ഉടനെ വരുന്നുണ്ട്. പിന്നെ അമ്മ വരുമ്പോ പ്രത്യേകം നിന്റെ അച്ഛനോട് പറഞ്ഞേക്കണം, കുറച്ചു മാന്യമായിട്ട് പെരുമാറണം. ആ, അതെന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. എന്റെ അച്ഛനോട് നിന്റെ അമ്മ കുറച്ച് മാന്യമായിട്ട് വേണം പെരുമാറാൻ. എന്റെ അമ്മയുടെ സ്വഭാവം കാർത്തിക്ക് അറിയാലോ. അതുകൊണ്ട് അമ്മയോട് ഇടഞ്ഞു കഴിഞ്ഞാ അമ്മ വിട്ടുതരില്ല. മരുമക്കളെ ആരെയും അംഗീകരിച്ചു കൊടുക്കുന്ന പ്രകൃതക്കാരിയൊന്നും അല്ല അമ്മ. ഓ, അവിടെയാണ് ഒരു ടെൻഷൻ. എന്ത് ടെൻഷൻ? നീ എന്റെ പിന്നാലെ നടന്ന് ഒരുപാട് പ്രഷർ ചെയ്തതുകൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ. എന്നിട്ട് ഞാൻ പറയുന്നത് അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ഒന്നിച്ചില്ലെന്ന് വരും. നീ അങ്ങനെ ഒരിക്കലും പറയരുത്. എത്ര എത്ര പെൺകുട്ടികളുടെ ആലോചന എനിക്ക് വന്നത്, എത്ര പെൺകുട്ടികളെ എന്റെ പിന്നാലെ നടന്നത്. പക്ഷെ എന്തുകൊണ്ടോ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ, അങ്ങനെ ഇഷ്ടപ്പെട്ടത് ഞാൻ ചേട്ടന്റെ പെങ്ങളായതുകൊണ്ടല്ലേ? വില്ലേജ് ഓഫീസറോടും മക്കളോടും പ്രതികാരം തീർക്കാനല്ലേ നീ എന്റെ പിന്നാലെ നടന്നത്? അങ്ങനെ പറയരുത്. നീ ജയലാലിന്റെ പെങ്ങളാണെന്ന് അറിയുന്നതിന് മുമ്പേ തന്നെ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടതാ. ആദ്യ കൂടിക്കാഴ്ചയിൽ നീ എന്റെ കരണത്തെ തല്ലാൻ വന്നപ്പോ തന്നെ നിന്റെ തന്റേടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാ ഞാൻ വീണുപോയത്. എന്താ അമ്മ മുഖമല്ലാതിരിക്കുന്നത്? ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചോ അവര് മുന്നിൽ വന്ന് പെട്ടു. ജയലാലിന്റെ അമ്മ തന്നെ. അവരെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ജയലാല് വേറെ വിവാഹം കഴിക്കാൻ പോകുന്നോണ്ട് ബന്ധം പിരിയുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ വെയിലത്ത് നടന്നു വരുന്ന കണ്ടിട്ട് കാറ് വിറ്റോന്നൊക്കെ ചോദിച്ചു. കാറിനകത്ത് പെട്രോൾ അടിക്കാൻ പൈസയില്ലെന്ന് ഞാനൊരു മടിയും കൂടാതെ പറയുകയും ചെയ്തു. അവര് ബന്ധം പിരിയണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ പ്രശ്നമാവുമല്ലോ. അത് തന്നെ എന്റെയും പേടി. ജയലാലിനോട് രാഗിണി ബന്ധം പിരിയണമെന്നൊക്കെ പറഞ്ഞപ്പോ ജയലാൽ ഒരുമാതിരി അവര് പറഞ്ഞു നിർത്തായിരുന്നു. പക്ഷേ അതിനുവേണ്ടി അവര് വാശി പിടിച്ച കിടന്ന് നട്ടത്തിരിയാൻ പോകുന്നത് എന്റെ മരുമോനാ. ബന്ധം പിരിയാതെ മറ്റൊരു വിവാഹത്തിലേക്ക് പോകാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. പോരാത്തതിന് ഒരാളുണ്ടല്ലോ, മക്കളെ പാര വെച്ചിട്ട് അവർക്കൊപ്പം നിൽക്കുന്ന ഒരാള്, അഡ്വക്കേറ്റ് വിജയകുമാർ.
അങ്ങേരും വേണമെങ്കിൽ ഉപദേശം കൊടുക്കും. ആ ബന്ധം പിരിഞ്ഞിട്ട് വേറെ കെട്ടിയാ മതിയെന്ന്. എന്തായാലും അടുത്തൊരു തലവേദന തന്നെ ഇത്. നിന്റെ മോൾക്കിപ്പോ എന്റെ മോനെ വേണ്ട, പിന്നെന്തിനാ അവൾ അവന്റെ താലിയും കഴുത്തിലിട്ട് നടക്കുന്നേന്നാ ചോദിക്കുന്നെ. ഇനി ദീപയെ കാണാണെങ്കിൽ അത് പൊട്ടിച്ചെടുക്കുമെന്നും പറഞ്ഞു. എന്റെ മുന്നിൽ വെച്ചത് പൊട്ടിക്കാനെങ്ങാനും വന്നാലേ അവരുടെ കൈ ഞാൻ വെട്ടിയൊടിക്കും. അതിന് എനിക്കൊരു പേടിയുമില്ല. ജയലാലേട്ടന്റെ അമ്മയായതുകൊണ്ട് ജഗേട്ടൻ പോലും അവരോട് ക്ഷമിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം തീർത്തു കൊടുത്തേനെ. വരുന്ന എന്തായാലും അനുഭവിക്കാം, അല്ലാതെ എന്താ ചെയ്യാ. ഏതായാലും ഇന്ന് സംസാരിച്ചപ്പോ ഞാൻ വിട്ടുകൊടുത്തില്ല. അവര് പറഞ്ഞതിനൊക്കെ വ്യക്തമായ ഭാഷയിൽ തന്നെ മറുപടി കൊടുത്തിട്ടാ വരുന്നേ. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ പോയി വാങ്ങിക്കില്ലേ? എന്നിട്ട് വെറുതെ എന്തിനാ നടന്നു പോയത്? അങ്ങോട്ട് ഓട്ടോയില മോളെ പോയത്, പിന്നെ തിരിച്ചു നടക്കാന്ന് വിചാരിച്ചു. ഓട്ടോയിലും ടാക്സിയിലൊക്കെ വരാൻ പണം തികയുന്നില്ല. അമ്മയ്ക്ക് ലോ പ്രഷറുള്ള കൂട്ടത്തിലാ. നന്നായി വിയർത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് തല ചുറ്റിലും ഉണ്ടാവുന്നുണ്ട്. എന്റെ മോൻ ഡോക്ടറല്ലേ, എന്തെങ്കിലും അസുഖം വന്നാ അവന്റെ അടുത്തേക്ക് ചെല്ലാം. എന്താ പറഞ്ഞ? അല്ല, അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ലെന്നറിയാം. എങ്കിലും ആൾക്കാരൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ പറയാലോ. മകൻ ഡോക്ടർ ആയതുകൊണ്ട് അസുഖത്തെ പേടിക്കണ്ടെന്ന്. ചാരു, നീ ഒരു ഫ്രോഡിനെ കൂട്ടി ഈ ഷോറൂമിലേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല. ആരാ ഈ ഫ്രോഡ്? ആരാ നിനക്കറിയില്ലേ? ആ കാർത്തിക്. ഞാൻ കെട്ടാൻ പോകുന്ന ആളാ കാർത്തിക്. എന്റെ ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആളെ ഫ്രോഡിനൊന്നും വിളിക്കരുത് കേട്ടോ. ഭൂലോക ഫ്രോഡായിരുന്ന ഒരുത്തി ഉണ്ടായിരുന്നു, ദീപ. അവളും അവളുടെ അമ്മയും അനിയത്തിയും പറയുന്ന കേട്ടിട്ട് കാർത്തി അവന്റെ അച്ഛനെയും താറടിക്കരുത്. നിനക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാം എനിക്ക് അവനെ. എന്തറിയാവുന്ന ഏട്ടൻ പറയുന്നേ? എന്റെ കല്യാണത്തിന്റെ അന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയത് അവനും അവന്റെ ഗുണ്ടകളും ചേർന്ന. അന്ന് ജഗൻ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ കൊന്നുകളഞ്ഞാൻ അവന്മാർ. ഓ, അതെന്തിനു വേണ്ടിയായിരുന്നു? മൊബൈലായ മൊബൈലൊക്കെ അവളെ കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും വന്നു. കാർത്തി ഏട്ടനെ കാണിച്ചു. എന്നിട്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു. താക്കീത് ചെയ്തു, തല്ലി. രചന ചെയ്യേണ്ടത് ഇത്ര മാത്രം. ദീപയ്ക്ക് മാക്സിമം ധൈര്യം കൊടുക്കണം. ഈ പറയുന്ന ദിവസങ്ങൾക്ക് എടിപിടി നമുക്ക് പോകും. അവസരം അമ്മ പറഞ്ഞ എന്താണോ എന്റെ ഹരിതയുടെ വിവാഹം ഫിക്സ് ചെയ്യുന്നത്, ആ ദിവസം മുമ്പിലെത്തും. അന്ന് ഞാൻ എന്ത് നിലപാടെടുത്താലും കൂടെ നിൽക്കാൻ അയാളോട് പറയണം. ഇനി അങ്ങനെ ചെയ്യാതിരുന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ അത് അവളുടെ വിധിയാണെന്ന് ലാലേട്ടൻ കരുതിക്കോണം. എല്ലാവരും അവരവരുടെ കാര്യം നോക്കുന്നത്. അപ്പൊ പിന്നെ കുറച്ചെങ്കിലും അവൾ അവളുടെ കാര്യം നോക്കണ്ടേ? അക്കാര്യത്തിലൊക്കെ ദിയെ സമ്മതിക്കേണ്ടത്. ഈ നാട്ടിലുള്ളവര് മുഴുവൻ ഒരു ഗുണ്ടയെ പ്രേമിക്കുന്നവളെന്ന് അവളെ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും കാര്യമാക്കുന്നില്ല. അതേടാ, ഞാൻ ഗുണ്ടയെ തന്നെ പ്രേമിക്കുന്നെന്ന് പറയാനുള്ളൊരു ധൈര്യം അവൾക്കുണ്ട്. അതാണ് ദീപയ്ക്കില്ലാതെ പോയതും. ഞാൻ വീട്ടിലോട്ട് വരുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം, ഞാനതവിടെ എത്തിച്ചോളാം. കുഴപ്പമില്ല ലാലേട്ടാ. ഇടയ്ക്ക് സമയവും സൗകര്യവും ഒത്തുവന്നാ അവളെ ഒന്ന് വന്ന് കണ്ടാ മതി. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവൾക്കും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരട്ടെ. വെറുതെ വീട്ടിനകത്തിരിക്കുമ്പോഴാ ഓരോന്നിങ്ങനെ ആലോചിച്ച് വേദനിക്കുന്നേ. അയ്യോ, കാണുമ്പോ ഒന്നും വാങ്ങിക്കരുതെന്നാ ദീപ പറഞ്ഞിരിക്കുന്നത്. എന്റെ രചനെ, ഇത് ഭർത്താവ് ഭാര്യയെ കൊടുത്തുവിടുന്ന പൈസയാണ്. അതെന്തിനാ വാങ്ങിക്കാതിരിക്കുന്നത്? ശരി ലാലേട്ടാ, ഞാൻ കൊടുത്തോളാം. പോട്ടെ. ശരി. പിന്നെ പ്രേമനുണ്ടല്ലോ, അതുപോലെ ഭാര്യയുടെ സാരി തലപ്പിൽ പിടിച്ചു നിൽക്കുന്ന ആരെങ്കിലും കിട്ടിയാൽ അടിയും തൊഴിയും കൊണ്ട് അവർ ഒതുങ്ങി കൂടിക്കോളും. അങ്ങനെ വ്യക്തിത്വമില്ലാത്ത ഒരുത്തനെ അളിയനെ കിട്ടിയിട്ട് എന്താ പ്രയോജനം? ചങ്കൂറ്റമുള്ള ഒരാൾക്ക് ആ കൊച്ചുമായിട്ട് ഒത്തുപോകാൻ പറ്റുമോ ജയലാലെ? സത്യം പറയാനോ, നാട് വിട്ടു പോകാൻ തോന്നുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാട് വിട്ട് പോകുമ്പോ കൂടെ ദീപയും വേണം. ജയലാലിന്റെ അമ്മയും പെങ്ങളും ഇങ്ങനെ വാശി കാണിക്കുമ്പോ അത് തന്നെയാണ് വേണ്ടത്. ഒരു സുപ്രഭാതത്തിൽ ദീപം കൊണ്ട് എങ്ങോട്ടെങ്കിലും പോണം. ജയലാൽ അടുത്തുള്ളപ്പോഴേ ഈ ആത്മഹത്യ ഭീഷണിയൊക്കെ നടക്കൂ.
അകന്നു പോയാല് ഒരു ചുക്കും സംഭവിക്കില്ല. എന്തായാലും ആവശ്യമുള്ളപ്പോ വിളിച്ചോ. ഏലാന്റെ കൂടെ കട്ടയ്ക്ക് ഞാനുണ്ട്. ശരി, കാണാം. അമ്മേ, അകത്തൊളിഞ്ഞിരിക്കുന്ന ആളെവിടെ? ഞാനിവിടെ ഉണ്ടേ. ഏത് നേരം ഇതിനകത്ത് ഇരിക്കണ്ട. വേറൊരു വീടും കൂടെ കണ്ടുവച്ചേക്ക്. ഇവിടേക്ക് എങ്ങനാരും വരത്തില്ലല്ലോ മോളെ. പിന്നെ അയൽക്കാരാണ് ഇങ്ങോട്ട് ശ്രദ്ധിക്കാറേ ഇല്ല. എങ്കിലും ഏതു നേരം അച്ഛൻ ഇവിടെ നിൽക്കുന്നത് അപകടമാ. ഞങ്ങളൊരു വീട് പൂട്ടിയിട്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. കുറച്ചു ദിവസം മോൾക്കൊപ്പം താമസിച്ചിട്ട് ഞങ്ങൾ അങ്ങ് പോത്തില്ലയോ. മോളുടെ അമ്മ മോൾക്കൊപ്പം താമസിക്കണമെന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ടാ ഇത്തിരി ദിവസം ഇവിടെ വന്ന് നിൽക്കാമെന്ന് കരുതിയത്. അതിലെനിക്ക് സന്തോഷേ ഉള്ളൂ. എന്റെ അച്ഛനും അമ്മയും ഒന്നിച്ച് എന്റെ അടുത്ത് അധിക ദിവസം ഒന്നും നിന്നിട്ടില്ലല്ലോ. ആ കുറവ് ഇപ്പഴാ എന്റെ അച്ഛൻ പരിഹരിക്കുന്നത്. ഷോറൂമിൽ പോയിട്ട് എന്തായി മോളെ? ഒന്നും പറയണ്ട അമ്മേ. ഇന്നൊരുത്തം വന്നിരുന്നു. ആരെന്നറിയോ? അച്ഛൻ എപ്പോഴും പറയാറുള്ള സദാനന്ദന്റെ മോൻ കാർത്തി. അവനെന്തിനാ വന്നത്? അവൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ ചാരു. അവളെ കാണാനും പിന്നെ അവളുടെ ഏട്ടൻ കെട്ടാൻ പോകുന്ന എന്നെ കാണാനും വേണ്ടിട്ടാ വന്നത്. ചാരു വിളിച്ചു വരുത്തിയതായിരിക്കും അവനെ. എന്തായാലും അതുകൊണ്ടിന്ന് അച്ഛന്റെ മോൻ ആകെ മൂഡൌട്ടായിരുന്നു. ജയന് കണ്ണെടുത്താ കണ്ടുകൂടാ ദുഷ്ടനെ. ആ കല്യാണം നടക്കൂ മോളെ? നടക്കാനുള്ള ചാൻസ് കൂടുതലാ. കെട്ടാൻ പോകുന്ന പെണ്ണിനും ചെറുക്കനും ഇഷ്ടാ. പിന്നെ അച്ഛന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അച്ഛൻ പറയുന്ന പോലെ പുള്ളിപ്പുലിയല്ലേ. അപ്പൊ പിന്നെ ആരെ കൊണ്ടത് തടയാൻ പറ്റും? ഈ പറയുന്ന സദാനന്ദനും മോനും ഒരാളെ കണ്ടാൽ മുട്ടുവരയ്ക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ ബുള്ളറ്റ് ജഗനെ കുറിച്ച്? അയാൾ ഇതിനകത്ത് ഇടപെടുവോ? ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പം ജയനോട് പറഞ്ഞായിരുന്നു ആവശ്യമെങ്കിൽ ജഗന്റെ സഹായം തേടണമെന്ന്. പിന്നെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന കൂട്ടത്തിലല്ല ആ നല്ല ചെറുപ്പക്കാരൻ. എങ്കിലും വേണ്ടി വന്നാൽ കാർത്തിയുടെ മുട്ടുകാല് തല്ലി ഓടിക്കാവല്ലോ. ഇടയ്ക്കിടെ അച്ഛനും മോനും നല്ല ഭേഷായിട്ട് കൊടുക്കുന്നുണ്ട് ജഗൻ. അതിനിയും തുടരേണ്ടി വരും. ഇങ്ങനാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ. ജയന് ഒരു മനസ്സമാധാനമില്ല അല്ലേ മോളെ? എങ്ങനെ ഉണ്ടാവാൻ അമ്മ? ഇപ്പൊ ഞാനൊരു അതിബുദ്ധി കാണിച്ചതുകൊണ്ട് ദീപേച്ചി വിളിക്കാൻ പറ്റുന്നുണ്ട്, കാണാനും പറ്റുന്നുണ്ട്. അത് മാത്രം ആകെയുള്ള ആശ്വാസം. ഏതായാലും ക്ഷീണിച്ചു വന്നല്ലേ മോള്, വേഷം മാറുക. ഞാൻ ചായ എടുക്കാം. മോളെ, ഞാനില്ലാത്തപ്പോഴും മോള് മോളുടെ അമ്മയുടെ കൂടെ വലിയ കുഴപ്പമൊന്നുമില്ലാതാ ജീവിച്ചത്. ഇനിയിപ്പോ മോക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. എന്താ അച്ഛൻ പറഞ്ഞു വരുന്നത്? അല്ല, ചിലപ്പോ എനിക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നേക്കും. എന്തിന്? അല്ല, കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനാണെങ്കിലേ ഞാൻ വെറുതെ പറയുന്നത് ചിലപ്പോ സംഭവിച്ചെന്നിരിക്കും. രാഗത്തിനെ ഞാൻ കൊല്ലും മോളെ. എന്റെ മക്കള് മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിലേ അവള് ചത്തേ പറ്റൂ. അത്രയ്ക്ക് പാവങ്ങളാ എന്റെ ഹരിയും ജയനും ഒക്കെ. സ്നേഹിക്കുന്നവർക്ക് പരസ്പരം കാണാൻ പോലും കഴിയുന്നില്ല അവരുടെ അമ്മ കാരണം. നൊന്തു പ്രസവിച്ചവള് മക്കളുടെ കഴുത്തറക്കാനാണ് നിൽക്കുന്നെങ്കിലേ അവള് തീരണം. ഇതുപോലൊരു അമ്മയും പെങ്ങളെയും ലോകത്താരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ അണ്ണ, ജയലാൽ അണ്ണന്റെ അച്ഛൻ ഒരു പാവമായതുകൊണ്ടല്ലയോ ആ അണ്ണന്റെ അമ്മയ്ക്കൊപ്പം ഇത്രയും കാലം പിടിച്ചു നിന്നത്. എന്നിട്ട് അങ്ങേരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? അതുപോലെ തന്നെ അവരുടെ മൂത്ത മകന്റെ കാര്യമോ? അങ്ങേരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പൊ പെങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് ജയലാൽ അണ്ണൻ ആലോചിക്കുമ്പോ അങ്ങേരെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യല്ലേ ആ അമ്മയും മകളും. അങ്ങനെയുള്ളവർക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കരുതാ ഞാൻ പറയുന്നു. അതാണ് എന്റെ അഭിപ്രായം. ഇനിയിപ്പോ ഇതിനകത്ത് കൂടുതലൊന്നും ആലോചിക്കാനില്ല. നമുക്കിനി അങ്ങനെ തന്നെ പോവാം. ആ ഭാഗത്തോട്ട് നോക്കണ്ട. അങ്ങനെയാണെങ്കിൽ രണ്ടിലൊരാൾ മര്യാദ പഠിക്കും. മിക്കവാറും ഈ സദാനന്ദൻ എന്ന് പറയുന്ന ആളെ ചാരു അമ്മയും കൂടി വിഷം കൊടുത്ത് കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഉണ്ടടാ ഒരു പാവം പിടിച്ച അമ്മ.
സദാനന്ദന്റെ ഭാര്യ പ്രശ്നക്കാരിയൊന്നുമല്ല. അതുകൊണ്ടല്ലേ അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. എന്തായാലും ദയെ കാണുമ്പോ നമുക്ക് വിശദമായിട്ട് ഒരു ചർച്ച നടത്താം. ഇക്കാര്യത്തെ പറ്റി ഒരു ചർച്ചയും വേണ്ട. അണ്ണൻ നിങ്ങളുടെ കല്യാണക്കാര്യത്തെ പറ്റി ചർച്ച ചെയ്യും, എന്നിട്ട് ഒന്നിച്ച് ജീവിക്കാൻ നോക്കൂ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കും ഒന്ന് കല്യാണം കഴിക്കാൻ. എന്താടാ